പ്ലാറ്റ്ഫോമിൽ വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വെബിനാർ വെച്ചിരിക്കുന്നത്. കാരണം യൂട്യൂബിലൊക്കെ കുറെയൊക്കെ അവൈലബിൾ ആണ്, എന്നാലും ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് അതിനകത്ത് കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷെ അതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് PSC പഠിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവില്ല, പക്ഷെ പിന്നീട് അത് നന്നായിട്ട് ഉപകരിക്കും. അത് എനിക്ക് അത്രയും സമയവും അത്രയും പ്രത്യേകിച്ച് എന്നെ പോലെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. എനിക്ക് സംസാരിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആരും ഇല്ലാത്തപ്പോ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റും, അല്ലാതെ ആൾക്കാരുടെ അടുത്ത് ഓരോന്ന് ചോദിച്ചറിയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മാക്സിമം ഞാൻ ഈ വിളിക്കാതെ മെസ്സേജിലൂടെ എങ്ങനെ ഡീറ്റെയിൽസ് കിട്ടാന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുപോലെ എന്നെ പോലെ കുറെ പേര് കാണുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിന്റെ കുറച്ച് ബാക്കി ഭാഗങ്ങളായിട്ട് ഇനി വരാനൊക്കെ ഉണ്ട് ക്ലാസ്സുകൾ. നമുക്ക് കുറെ ഡീറ്റെയിൽസും ടോപ്പിക്സും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മള് ആദ്യം പോകുന്ന സ്റ്റെപ്പ് ഇതാണ്. PSCക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്ത് പഠിക്കണം, അതുപോലെ എത്ര സമയം പഠിക്കണം, അതുപോലെ എന്തിന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെയാണ് കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേട്ടിട്ട് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിനെ പോലെ, ക്വാളിഫിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനെ പോലെ അങ്ങ് പഠിച്ചങ്ങ് കിട്ടിക്കളയും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, എന്റെ കാര്യമല്ല എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. PSC എക്സാം എഴുതുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു, ജോലിക്ക് കയറുന്നു എന്നായിരുന്നു എന്റെ ഒരു മൈൻഡ് സെറ്റ്. അത് ഒന്നാമത്തെ എക്സാം കഴിഞ്ഞപ്പോ തന്നെ അതങ്ങ് മാറി. കാരണം നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണം ഈ കാര്യം PSCയുടെ പിറകെ നടക്കാൻ വേണ്ടിട്ട്. നല്ല ക്ഷമ വേണം. ആ ക്ഷമയും പിന്നെ കുറച്ചധികം ഭാഗ്യവും അല്ലെങ്കിൽ എന്താ ഒരു ഹിക്മത്തൊക്കെ വേണം, എന്നാലേ നമുക്ക് ഇതിന്റെ പിറകെ നടക്കുകയും അതിന്റെ റിസൾട്ട് കിട്ടുകയും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ PSCക്ക് മാത്രമായിട്ട് നിങ്ങൾ ഇതുവരെ ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, PGക്ക് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ ട്രെയിനിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ടാവും, കേട്ടറ്റിന് പഠിച്ചിട്ടുണ്ടാവും, നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ അപ്പോഴൊന്നും എടുക്കാത്ത ഒരു എഫേർട്ട് PSCയുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്താലേ നിങ്ങൾക്ക് PSC കിട്ടുള്ളൂ. ഞാൻ അത് ഉറപ്പിച്ച് പറയാം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇപ്പൊ നെറ്റ് ഉള്ള ആളാണ്, ഞാൻ JRF പോലെ, അതൊന്നും ചെറിയ കാര്യമാണെന്നോ നിസ്സാര കാര്യമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനു വേണ്ടി JRFന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം വർക്ക്, കാരണം എനിക്കറിയാം, ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ്. കോവിഡിന്റെ സമയത്തായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഒരു 5 to 10 മണിക്കൂറിനിടയിൽ എല്ലാ ദിവസവും പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് നെറ്റിനോട് ഭയങ്കര താല്പര്യമായിരുന്നു, അതുകൊണ്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടേണ്ടി വന്നു എനിക്ക് PSCയുടെ റാങ്ക് ലിസ്റ്റ് കയറാൻ. അത് കാരണം നെറ്റിൻ്റെത് പോലെ അല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. നിങ്ങളത് കുറച്ച് പഠിച്ചു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിസ്റ്റിൽ കയറിയിട്ട്, ലിസ്റ്റിൽ കയറാന്ന് വെച്ചാൽ ജോലി കിട്ടാന്നൊരു അർത്ഥം അതിനായില്ല. അതും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കിട്ടി ഇതിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു മനസ്സിലാക്കലുണ്ട്. ആ മനസ്സിലാക്കലിൽ കിട്ടിയാൽ മാത്രം നമുക്കത് മനസ്സിലാവുള്ളൂ. എന്നാലും ഇപ്പൊ നിങ്ങൾക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ സഹായിക്കാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് ഈ വെബിനാർ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കാം. അപ്പൊ PSC പഠിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവരും ആ മനസ്സിൽ ഇത് തീരുമാനം എടുത്തല്ലോ, ഇന്നോട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അങ്ങനെ തീരുമാനം എടുത്താൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം? വാട്ട് ആർ ദ തിങ്സ് ടു റിമെമ്പർ? ഒന്ന്, ഇതൊരു ഈസി ടാസ്ക് ആണ്. അത് കേട്ടിട്ട് കിട്ടുന്നത് പോലെ അങ്ങ് കിട്ടിക്കളെ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ കേട്ടിട്ട് അങ്ങനെ കിട്ടത്തില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ മനസ്സിൽ പറഞ്ഞത്. അപ്പൊ കേട്ടിട്ടിന് വേണ്ടി നിങ്ങൾ എത്ര എഫേർട്ടാണോ എടുത്തത്, അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇതിന് എടുക്കേണ്ടി വരും. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതുപോലെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ട് എഴുതുന്ന പോലെയല്ല. PSCക്ക് ഒരു പ്രത്യേക വിങ് തന്നെയുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഒത്തിരി നമ്മുടെ അക്കാദമികളുണ്ടല്ലോ. ബ്രൈറ്റ് അല്ലാതെ ബ്രൈറ്റിനെ പോലെ ഒത്തിരി ഫീസ് വാങ്ങുന്നത്, ഫീസ് കുറച്ച് വാങ്ങുന്നത്, മിതമായി വാങ്ങുന്നത്, ഫീസ് ഇല്ലാത്തതൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ. ഇതിന്റെ എല്ലാ ഫ്രീ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ അവിടെ കാണുന്നതിനേക്കാൾ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് പഠിക്കുന്ന, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീടേ മനസ്സിലാവും. എപ്പോ മനസ്സിലാവും? റാങ്ക് ലിസ്റ്റ് കയറി ഈ നമ്മുടെ ഷോർട്ട് നമുക്ക് മാത്രമായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്താണ് നിങ്ങൾ എത്രത്തോളം അവർ കോമ്പറ്റേറ്റീവ് ആണ്, എത്രത്തോളം ക്രിയേറ്റീവ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തന്നെ മനസ്സിൽ കിട്ടോ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കോമ്പറ്റേറ്റീവ് ആണ് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. അതുപോലെ റെപ്യൂട്ടേഷൻ, നിങ്ങൾ അതൊരു സ്കൂളിൽ കയറിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. ആ സ്ഥലത്ത് കിട്ടുന്ന ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. നമുക്ക് ടീച്ചർ എന്ന രീതിയിൽ കിട്ടുന്ന റെപ്യൂട്ടേഷൻ മറ്റു ജോലികൾക്ക് നിന്ന് കിട്ടുന്നതിനേക്കാൾ വ്യത്യസ്തമാണ്, വാല്യുബിളും ആണ്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മുടെ ഫിനാൻസ് എന്നുള്ളത് നമ്മുടെ മറ്റെന്ത്
ലൈഫുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനെയും പോസിറ്റീവായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതിനപ്പുറം അതിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുവാണ്, നമുക്ക് കുറേയൊക്കെ നമ്മൾ സാധാരണ ഒരു പറച്ചിൽ പറയാറുണ്ടല്ലോ, പൈസ കൊടുത്ത് സന്തോഷം വാങ്ങാൻ പറ്റൂലെന്ന്. പക്ഷെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന പലതും ഉണ്ട്. നിങ്ങളെ ഫിലോസഫിക്കലായിട്ട് ഇതിനൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ അവരും പൈസ കൊടുത്താല്, അല്ലെങ്കിൽ പൈസ വെച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരു ഭാഗം തന്നെയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ അഫ്ലുലുലമയോ ഡിഗ്രിയോ PG ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് DLEDോ BEdോ പോലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് മാൻഡേറ്ററി ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ അത് കഴിഞ്ഞാലേ, ആ കോഴ്സ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ജോലി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ആ കോഴ്സ് ഇല്ലാതെയും കോഴ്സ് ഉണ്ടായതിനു ശേഷം ആ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ അത് ചെയ്താലേ പറ്റുള്ളൂ. ടീച്ചിങ് എന്നുള്ളത് നിങ്ങൾ നിസ്സാരമായി ചെയ്യുന്ന, നമ്മൾ മറ്റെന്ത് പണി പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ടീച്ചിങ് ഈസ് ആൻ ആർട്ട് ആൻഡ് യു ആർ ആൻ ആർട്ടിസ്റ്റ്. അപ്പൊ ടീച്ചിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി കുട്ടികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ്. നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വീടുകളിൽ കാണിക്കുന്ന സ്വഭാവം ആയിരിക്കില്ല സ്കൂളുകളിൽ കാണിക്കുന്നത്. ഇപ്പൊ ഡെയിലി വേജായിട്ട് വർക്ക് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ PSC പെർമനന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവരോടോ ചോദിച്ചാൽ അത് മനസ്സിലാവും. സ്കൂളിൽ വളരെ വ്യത്യസ്തമാണ് ആ കാര്യങ്ങൾ. നമുക്ക് അവരെ നമ്മുടെ കൂടെ വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല, അവരെ ഒന്ന് വിളിച്ചാൽ തന്നെ അവർ വരത്തില്ല. രണ്ടാമത്തെ അവർ ഒരു 2 മിനിറ്റ് ഒന്ന് ഇരുത്തി പഠിപ്പിക്കാൻ, എന്തെങ്കിലും പഠിപ്പിക്കാൻ, അക്ഷരമോ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളുടെ ക്ഷമയുടെ നെല്ലി പലക നിങ്ങൾ കാണും. അതുപോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ആക്റ്റീവായ വെല്ലുവിളികളുള്ള ഒരു 30-35 കുട്ടികളായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിനകത്തിരിക്കുന്നത്. അപ്പൊ അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അത് നേടണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധാരണ ജോലി പോലെ ചെയ്തു പോകാൻ പറ്റൂല. ഇതൊരു ആർട്ട് തന്നെയാണ്. ആ സ്കില്ലുകൾ നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതുപോലെ നിങ്ങൾ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആളാണെങ്കിൽ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് വെൻ പാഷൻ ആൻഡ് പ്രൊഫഷൻ മീറ്റ്സ്. അതൊരു നല്ല സന്തോഷമുള്ള ഒരു സമയമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോവാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ഒരാളായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് പറ്റും. പാഷനും പ്രൊഫഷനും ഒന്നാണെങ്കിൽ നമുക്കത് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു സ്കൂളിലെ ഒരു സന്ദർഭമൊക്കെ അതിനനുസരിച്ചിട്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ വിചാരിക്കണം ഏതെങ്കിലും ഒരു അക്കാദമിയിൽ ചേർന്നാൽ മാത്രമേ എനിക്ക് PSC കിട്ടുകയുള്ളൂ എന്നൊരു സംശയം വന്നാൽ അങ്ങനെ ഇല്ല. പക്ഷെ ഓരോ തവണ, അതായത് ഞാനിപ്പോ പിന്നെ നമ്മൾ പറയും, കുറച്ചധികം വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ പ്രൊഫഷണൽ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നൊരു തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുവാണ്. അത് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു അക്കാദമിയുടെ ഭാഗമായിട്ടിരിക്കുന്നത് കൊണ്ട് പറയുന്നതല്ല. ഒരു അസിസ്റ്റൻസിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയാം, ടൺസ് ഓഫ് ഓൺലൈൻ ഡേറ്റാസ് നിങ്ങളുടെ കയ്യിലുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബിൽ നോക്കിയാൽ ഒത്തിരി 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 കാണാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു വിധമായിട്ട് പോലും പൈസ ഇല്ല, പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് സമയമില്ല എന്നൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒത്തിരി ചാനലുകളുണ്ട്. 5, 10, 20, 30 ചാനലുകളുണ്ട്. അതിൽ ഓരോ ചാനലുകളും വേറെ വേറെ നോട്ടുകളിലാക്കി എഴുതി വെക്കാനൊക്കെ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ കണ്ടുപോയാല് നിങ്ങൾക്ക് കേട്ടിട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും, PSC കിട്ടില്ല, ഉറപ്പാണ് ആ കാര്യം. അതുപോലെ പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഫ്രീ ആയിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഒരു മിതമായ ചെലവിൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നല്ല പൈസയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം കണ്ടന്റ് നിങ്ങൾക്ക് തരുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിൽ ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ അക്കാദമി. അപ്പൊ എന്താണ് പറയാൻ പറ്റുന്ന കാര്യം, യു ആർ ഓൾവേസ് വെൽക്കം ടു അവർ അക്കാദമി എന്നേ പറയാനുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മുടെ PSCയിലോട്ട് കടക്കാൻ. ഇനി ഇതിന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒത്തിരി 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 അന്വേഷിച്ച് ഓരോ സമയം എടുത്തിട്ടൊക്കെ ഇത് മനസ്സിലാക്കിയത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഒരുമിച്ച് കിട്ടും. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ PSCക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, നിങ്ങൾക്ക് PSCയുടെ ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുവാണ്. വളരെ എളുപ്പമാണ്. നമുക്ക് ഫോണിൽ ചെയ്യാമെങ്കിൽ അടുത്തുള്ള അക്ഷയയിലോ ജനസേവാ കേന്ദ്രത്തിലോ ഒക്കെ പോയാൽ നമുക്കൊരു PSCയുടെ പ്രൊഫൈൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. PSC തുളസിയുടെ ലോഗിൻ പ്രൊഫൈൽ, അതിന്റെ യൂസർ ID-യും പാസ്വേഡും ഉണ്ടായിരിക്കും. ആ യൂസർ ID-യും പാസ്വേഡും കൃത്യമായി ഓർമ്മിച്ച് വെച്ചേക്കണം, എവിടെയെങ്കിലും എഴുതി വെച്ചേക്കണം. അത് എന്ത് ചെയ്യാം,
ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പേജിലൊന്ന് കയറി നോക്കുക. അല്ല ഇപ്പൊ നിങ്ങൾ അക്ഷയയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏതെങ്കിലും എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം അവിടെ വരും. അതൊക്കെ നമ്മളൊന്ന് നോക്കാം. ഇനി നിങ്ങൾ എന്തായാലും കുറെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ അംഗങ്ങളായിരിക്കും. ആ ഗ്രൂപ്പുകളിലൊക്കെ ഓരോ എക്സാം വിളിക്കുന്ന സമയത്ത് ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നൊരു അറിയിപ്പ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ആ സമയത്ത് അറിയിപ്പ് വന്ന 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ അറബിക്കിനെ സംബന്ധിച്ച് 1-2 ജില്ലകളൊക്കെ ഒരുമിച്ചൊക്കെ ആയിരിക്കും എക്സാം വിളിക്കുക. അപ്പൊ നിങ്ങൾ പല ഗ്രൂപ്പുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യും എന്നൊരു ജനറൽ ക്വസ്റ്റ്യൻ എല്ലായിടത്തും വരും. ഇപ്പൊ 4 ജില്ലകളുണ്ട്, ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യും? അപ്പൊ ഞാൻ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ഒരു ജോലി വരച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ ജില്ലയിലായാലും കിട്ടും. അത് ഞാൻ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. ചിലരൊക്കെ പറയും ഇങ്ങനെ എന്താണ് വളരെ ടാക്ടിക്കലായിട്ട് ചെയ്യണമെന്നൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്താലും ഉപയോഗം ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങൾ ഇപ്പൊ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി 4 ജില്ലയിൽ വിളിച്ചെന്ന് വെച്ചോ. ഏതെങ്കിലും ഒരു ജില്ലയിൽ അത് ഒരു സമയം വിളിക്കുന്ന എക്സാമില്, അതായത് ഒരു കാറ്റഗറി നമ്പറുള്ള എക്സാമില് 4 ജില്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലയിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു തവണ വിളിക്കുന്ന എക്സാമില് ഒരു കാറ്റഗറി നമ്പർ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം വെച്ചു. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് ജില്ല വെക്കാം, ഏത് ജില്ല വേണമെങ്കിലും വെക്കാം. എന്നാൽ നിങ്ങൾ വിചാരിക്കുക തിരുവനന്തപുരത്ത് ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ഇടുക്കി വെച്ചോ വിചാരിച്ചോ. ചിലപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ വെച്ചു, ഞാൻ പരീക്ഷ എഴുതി, എനിക്ക് 75 മാർക്ക് കിട്ടി. പക്ഷെ ഞാൻ ലിസ്റ്റിൽ വന്നില്ല, കാരണം തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് 80 ആയിരുന്നു. എന്നാൽ ഇടുക്കിയില് ഞാൻ അങ്ങനെ വെക്കാൻ പറ്റില്ല, വെറുതെ പറയുകയാണ്. ഇടുക്കിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്, എനിക്ക് 75 മാർക്ക് കിട്ടി. ഇടുക്കിയിലെ കട്ട് ഓഫ് ഒരു 60-70 ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ മെയിൻ ലിസ്റ്റിൽ തന്നെ ഇടം വിട്ടു. ഇനി കുറെ കഴിഞ്ഞ് നമ്മൾ അപ്പൊ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ലിസ്റ്റിൽ വന്നില്ലേ, ഇങ്ങനെ കുറെ വാർത്തകൾ നിങ്ങൾ കേൾക്കും. അതായത് നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയവര് ലിസ്റ്റുകളിൽ വരത്തില്ല, അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ച് മാർക്ക് കിട്ടിയവർ ലിസ്റ്റിൽ വന്നു. അങ്ങനെയൊക്കെ കുറെ വാർത്തകൾ നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് പറയുവാണ്. എന്നാൽ ഇപ്പൊ ഇടുക്കി ജില്ലയിലാണെങ്കിൽ കുറച്ച് മുമ്പ് നടന്ന എക്സാമില് 1ാം റാങ്കുകാരൻ പോലും ജോലിക്ക് കയറിയിട്ടില്ല. അവിടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് 1ാമത്തെ റാങ്കുകാരന് പോലും ജോലിയിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ കഴിഞ്ഞ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും ആൾക്കാർ ജോലിക്ക് കയറിയിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ വ്യത്യാസങ്ങൾ വരും. അത് നമുക്ക് പറയാം. അപ്പോഴാണ് നമുക്കൊരു ഭാഗ്യത്തിന്റെ, ഒരു കടാക്ഷത്തിന്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നന്നായിട്ട് പഠിക്കുക. നമുക്ക് യാത്രാ സൗകര്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏത് ജില്ല, നമുക്ക് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ 4 ഒഴിവുണ്ട്, ഇടുക്കിയിൽ 10 ഒഴിവുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നത് ഇടുക്കി വെക്കാം, ഇടുക്കി വെക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അതിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഞാൻ വേറെ കൊണ്ടല്ല ഇങ്ങനെ പറയുവാണ്. ഒരു ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ പറഞ്ഞു, എന്താണ് എല്ലാവരും കോഴിക്കോട് വെക്കണം, കോഴിക്കോടാണ് ഒത്തിരി ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പിലെ അഡ്മിൻസ് തന്നെ വേറെ ജില്ലകളിൽ വെക്കുകയും അവർ റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്തു. ഇവര് കുറെ പേര് എല്ലാവരും കൂടെ കോഴിക്കോട് വെച്ച് 10,000 പേര് കോഴിക്കോട് പരീക്ഷ എഴുതി. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ലിസ്റ്റിൽ വരുള്ളൂ. അങ്ങനെയും വരാം. ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മോശമാണ് ലോകം, മോശമാണ് ആൾക്കാര്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഒന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഏത് സ്ഥലത്താണോ ചെയ്യാൻ തോന്നുന്ന ആ സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രാ സൗകര്യമുള്ള സ്ഥലത്ത് വെക്കുക. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ദാവസ്ഥയായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 075/2024 ഫുൾ ടൈം UP. ഏതൊക്കെ? തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, അങ്ങനെ 1-2 ജില്ലകളിലുള്ള ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് 1-2 മാസം ആയെന്ന് തോന്നുന്നു. ഇപ്പൊ ഉള്ള ഈ സമയമില്ലേ, ഈ സമയമാണ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയം. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ ചെയ്തില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ ഇങ്ങോട്ട് ചെയ്തോളാം. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പഠിക്കുക. സ്റ്റാർട്ട് സ്റ്റഡി. ഇതുവരെ നിങ്ങൾ ഒന്നും ചെയ്തില്ലെന്ന് വെച്ചോ, പക്ഷെ ഇന്ന് തുടങ്ങിക്കോ. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പഠിക്കുക. എന്തൊക്കെ പഠിക്കണമെന്ന് പിന്നെ നമ്മൾ പറയും. ഓക്കെ, വളരെ സ്ലോ ആൻഡ് സ്റ്റഡി. അതായത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ഇന്ന് നമ്മൾ 2 മണിക്കൂർ പഠിക്കും, ഒരാഴ്ച 1 മണിക്കൂർ പഠിക്കും, പിന്നെ ആകുമ്പോൾ നമ്മൾ അതങ്ങ് വിടും. ഇതല്ലേ നമ്മൾ ചെയ്യുന്ന. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഇന്ന് 15 മിനിറ്റ് പഠിക്കുക, 2 ദിവസം 15 മിനിറ്റ് പഠിക്കുക, പിന്നെ 3-ാമത്തെ ദിവസം അരമണിക്കൂർ ആക്കുക, പിന്നെ 2 ആഴ്ച കഴിഞ്ഞത് 1 മണിക്കൂർ ആക്കുക. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, 1 മണിക്കൂർ കൂടുതലൊന്നും ആരും ഈ സമയത്ത് പഠിക്കണ്ട. അങ്ങനെ പഠിക്കണ്ടെന്ന് പറയുന്ന കാര്യം നിങ്ങൾ പഠിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഇനി PSCയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് ഉണ്ടാവും. കൺഫർമേഷൻ കൊടുക്കുക. എന്താണ് കൺഫർമേഷൻ?
വേറൊന്നുമല്ല, മുമ്പ് ഈ സംഭവം ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അത് ഉള്ളത്. അതായത് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ഉറപ്പ് PSC അറിയിക്കുക. അത് മുമ്പ് എന്ന് വെച്ചാല് ഇപ്പം ഒത്തിരി പേര് PSCക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ വലിയ ഇപ്പൊ ഓരോ സ്കൂളിലും ഓരോരുത്തർക്കും ഓരോ സീറ്റ് വെച്ചിട്ട് ഒരു ക്ലാസ്സിൽ ഇത്ര പേര്, അവർക്ക് ഒരു ഇൻവിജിലേറ്റർ. അപ്പൊ അത്രയും പൈസ എന്ത് ചെയ്യുന്നുണ്ട് PSC ഈ എക്സാം നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും അവിടെ വന്ന് നിൽക്കുന്നത് ഇൻവിജിലേറ്റർ ആയിട്ട്. അപ്പൊ അവർക്ക് സാലറി കൊടുത്തൊക്കെയാണ് അവിടെ നിന്ന് നിർത്തുക. അപ്പൊ ഇത്രയും പൈസ അപ്പൊ നോക്കുമ്പം എക്സാം കുറെ ആൾക്കാർ ആബ്സെന്റ് ആവുന്നു. അങ്ങനെ ആബ്സെന്റ് ആവുന്ന സമയത്ത് ഇപ്പം ഒരു സ്കൂളിൽ 100 പേര് എക്സാം എഴുതാൻ വരുന്നു, അതിൽ 50 പേര് ആബ്സെന്റ് ആണെങ്കിൽ ശരിക്കും ഒരു 1-2 ക്ലാസ്സിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ അത് എന്ത് ചെയ്യും, നമുക്ക് അറിയത്തില്ലല്ലോ ആര് വരും ആര് വരത്തില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 5-6 ക്ലാസ്സും 5-6 ഇൻവിജിലേറ്റർ ഒക്കെ കൊടുത്ത് അത്രയും ആൾക്കാർക്ക് പൈസ കൊടുത്ത് എന്നാൽ എക്സാം എഴുതാൻ ആളില്ല. അങ്ങനെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് PSC എന്ത് കൺഫർമേഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത്. വേറെ ഒന്നുമില്ല. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് വരും, നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് വരും, മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിലിൽ മെസ്സേജ് വരും. അത് ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന് കൺഫർമേഷൻ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ആ സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറുക, അതിനകത്ത് നമ്മുടെ എക്സാമിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കൺഫർമേഷൻ യെസ് ഓർ നോ എന്ന് കൊടുക്കും. ഈ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ സമയത്തൊക്കെ നമ്മുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പം ഇനിയിപ്പോ 07/5/2024 എന്ന് പറഞ്ഞ പരീക്ഷ, അതിൽ ഞാൻ ഇടുക്കിയാണ് അപ്ലൈ ചെയ്തതെന്ന് വെച്ചോ. എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. അപ്പം എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ഇടുക്കിയിൽ തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ താല്പര്യമുണ്ടോ? അപ്പൊ നമ്മൾ യെസ് കൊടുക്കുന്നു. ഒരു ടിക്ക്, അത്രേ ഉള്ളൂ. നമ്മുടെ പേരും എന്താണ് നമ്മുടെ ഫോട്ടോയിലെ ഇതുണ്ടല്ലോ, ഡേറ്റ്, ഫോട്ടോയിലുള്ള ഡേറ്റ് എന്തോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്താ ചെയ്യാ യെസ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കൺഫർമേഷൻ. നിങ്ങൾക്ക് കേട്ട് പേടിക്കാനും വേണ്ട, വേറെ ഒന്നുമല്ല. അത് നമ്മൾ എക്സാമിന് പോകുന്നുണ്ടെന്നൊരു ഉറപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് വിചാരിക്കണേ, നമ്മളിപ്പം എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് കുറച്ചിപ്പോ 1-2 മാസമായില്ലേ, ഇനിയിപ്പോ ഒരു കൺഫർമേഷൻ വന്നെന്ന് വിചാരിച്ചു, അതായത് അടുത്ത മാസം 15-ാം തീയതിയാണ് പരീക്ഷ, അല്ലെങ്കിൽ അടുത്ത മാസം പരീക്ഷ ഉണ്ടാവും. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഓക്കെ ആണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് കിടക്കുവാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കേസാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കൊടുക്കണ്ട. അപ്പൊ നിങ്ങളെ വരത്തില്ല എന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു സംശയം കേൾക്കട്ടെ. ചോദിക്കടാ. ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയ അവിടെ അക്ഷയെന്ന് പറഞ്ഞു, ഇത് എക്സാം അപ്ലൈ ചെയ്തിട്ട് എഴുതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും PSC എഴുതാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ? പറയുന്നതാണ്. അതായത് ഈ കൺഫർമേഷൻ ഇങ്ങനെ വെച്ചാലും ചിലർ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്തിട്ട് മിണ്ടാതിരിക്കും, എഴുതാതിരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് PSC ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതാം എന്ന് കൺഫർമേഷൻ യെസ് കൊടുത്തിട്ട് എഴുതാതിരുന്നാൽ അവരെ PSC എന്ത് ചെയ്യും, പ്രൊഫൈല് ബാൻ ചെയ്യും. അതായത് പിന്നെ അവർക്ക് PSC എക്സാം എഴുതാൻ പറ്റില്ല 3 തവണ. അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു തവണ ഇതുപോലെ കൊടുത്തു, എന്നിട്ട് അവര് കൺഫർമേഷൻ യെസ് കൊടുത്തു, എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോയില്ല എന്നോ ചിലപ്പോ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു തവണ എഴുതാതിരുന്ന 2 തവണ എഴുതാതിരിക്കുമ്പോഴൊക്കെ ചിലപ്പോ ചിലർ ഇങ്ങനെ ബാൻ ചെയ്ത് കാണാറുണ്ട്. ആ സമയത്ത് നിങ്ങളിപ്പോ PSC ഓഫീസിൽ പോയിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുക്കുക, ഇതുപോലെ ഞാൻ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റാത്തത്. അങ്ങനെ ജെന്യൂൻ കേസസ് ഉണ്ടല്ലോ, അതിനെന്തോ ഒരു അപേക്ഷ എന്തോ ഉണ്ട്. അത് PSC ഓഫീസിൽ പോയാൽ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. അത് അപേക്ഷ കൊടുത്താൽ അപ്പൊ അവരുടെ നമ്മുടെ പ്രൊഫൈൽ അവർ ഓപ്പൺ ആക്കി തരും. ഇതിങ്ങനെ ചെയ്യുന്നതിന് കാരണം വെച്ചാൽ വേറൊന്നുമല്ല, എന്താണ് ഒത്തിരി തവണ ഇങ്ങനെ യെസ് കൊടുത്തിട്ട് എക്സാം എഴുതാതെ ഒരു സാമ്പത്തിക പ്രശ്നം അവർക്ക് വരുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ജെന്യൂൻ കേസ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മുടെ പ്രൊഫൈലൊക്കെ ഇങ്ങനെ തിരികെ തരും. അങ്ങനെ പ്രശ്നം പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്തത്, കൺഫർമേഷൻ കഴിഞ്ഞാലാണ് മിക്കവാറും എല്ലാ ആൾക്കാരും പഠിക്കാൻ തുടങ്ങുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ സമയം ഉണ്ടല്ലോ, നിങ്ങൾ ഈ സമയം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പഠിക്കുക. എന്നിട്ട് കൺഫർമേഷൻ കഴിഞ്ഞ് ഒരു 2-3 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും 2-3 മാസമാണ് സമയം കിട്ടുക. കഴിഞ്ഞ എക്സാമുകളൊക്കെ 1.5 മാസത്തിനുള്ളിലൊക്കെ എക്സാം നടന്നിട്ടുണ്ട്. നമുക്ക് 2 മാസം പിടിക്കാം. കൺഫർമേഷൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ എക്സാം ഉറപ്പാണ്. അപ്പൊ ആ സമയത്ത് ഇന്റൻസ് ആയിട്ട് തന്നെ പഠിക്കുക. അതായത് ഒരു 2-3 മാസത്തെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ വെച്ചേക്കാം. കേട്ടിട്ട് പഠിച്ച പോലല്ല, ഡെയിലി 1-2-3 മണിക്കൂറോ 3 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ആ 3 മണിക്കൂർ എന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ അതിൽ 1-2 മണിക്കൂർ നിങ്ങൾ പല ക്ലാസ്, ഇപ്പൊ യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അക്കാദമികളിലെ പഴയ ക്ലാസ്സുകൾ റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുകയോ ഒക്കെ ചെയ്താലും 1 മണിക്കൂറെങ്കിലും 1-2 മണിക്കൂറെങ്കിലും സെൽഫ് സ്റ്റഡി നടത്തുക. നിങ്ങൾ എത്ര ക്ലാസ് കേട്ടാലും, ഇപ്പൊ ബ്രൈറ്റിലായാലും തന്നെ എത്ര ക്ലാസ് കേട്ടാലും
സെൽഫ് സ്റ്റഡി നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കേട്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതായത് നമ്മൾ ഏതോ ക്ലാസ്സിൽ ഇത് കേട്ടു, അപ്പൊ ആ സാർ അത് കഴിഞ്ഞിട്ട് സാർ ഇത് പറഞ്ഞു, അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഈ സാർ ഇതൊന്നും പറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ എക്സാക്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യം ഓർമ്മ ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടാവത്തിന് കാരണം സെൽഫ് സ്റ്റഡിയുടെ കുറവ് കൊണ്ടാണ്. അത് വരാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ കൺഫർമേഷൻ കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു ഹാൾ ടിക്കറ്റിന്റെ സമയം. 2-3 മാസം കഴിഞ്ഞിട്ട് ഹാൾ ടിക്കറ്റിന്റെ ഡേറ്റ് ഇടും ഈ തീരുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് വരും, മെയിൽ വരും. ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടേ പോയി എടുത്തോണേ എന്ന് പറയും. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒന്ന് ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാം. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കഫേയിൽ പോയിട്ട് അതിനെ പ്രിന്റ് എടുത്ത് വെക്കാം. ഹാൾ ടിക്കറ്റിന്റെ ഫ്രണ്ട് പേജ് നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എക്സാം നടക്കും. എക്സാമിന്റെ ഡേറ്റ് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. സ്ഥലം, ആ സമയത്ത് പോയി എക്സാം എഴുതുക. എക്സാം എഴുതുന്ന വരെ എനിക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ഓൾറെഡി ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിലൊക്കെ കയറിയ ആൾക്കാർക്ക് അറിയാവും, അല്ലാത്തവർക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പറയുവാണ്, ഈ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശാന്തതയാണ്. ഇത് പീസ്ഫുൾ സൈലൻസ് ആണ്. ഒരു 2 മാസം, രണ്ട് എന്നൊക്കെ വെറുതെ പറയാം കേട്ടോ, ഒരു 6 മാസത്തേക്ക് വലിയ പിന്നെ അനക്കമൊന്നും ഉണ്ടാവില്ല. ആ കഴിഞ്ഞ് പിന്നെ ഒരു ബഹളം നിങ്ങൾ പല ഗ്രൂപ്പുകളിലും കാണും. ആ ബഹളം ഷോർട്ട് ലിസ്റ്റ് വന്നതിന്റെ ബഹളമാണ്. ഷോർട്ട് ലിസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ PSCയുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ്. ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരും. ഒരു PDF ആയിട്ട് വരും. അതിനകത്ത് നമ്മൾ ഏത് പോസ്റ്റ് ആണെന്നൊക്കെ ഉണ്ടാവും. അതിന് നോക്ക്, മെയിൻ ലിസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞിട്ട് കുറെ നമ്പറുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ നമ്പറുകളാണ് നമ്മുടെ നമ്പർ, നമ്മുടെ രജിസ്റ്റർ നമ്പറാണ്. നമുക്കിതിൽ ഇതിൽ ലിസ്റ്റിൽ നമ്മളിങ്ങനെ ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഹാൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ ഇങ്ങനെ നോക്കണം. ഇതിലേതാണ്. അതിൽ ഞാൻ അങ്ങനെ വരച്ചിട്ടേക്കുന്നതാണ്. ആ സമയത്ത് അങ്ങനെ വരച്ചിട്ടതാണ്. സ്ക്രീൻഷോട്ട് എടുത്തന്നേ ഉള്ളൂ, ഇപ്പൊ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എന്താണ്, എന്റെ ഇതാണ്. അപ്പൊ അതിനർത്ഥം ഞാൻ ഈ റാങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ ഞാൻ ഈ എക്സാമിന്റെ മെയിൻ ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടം പിടിച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ ലിസ്റ്റ്. അപ്പൊ എന്താണ് മെയിൻ ലിസ്റ്റ് എന്ന് വെച്ചാല് പ്രധാനപ്പെട്ട ലിസ്റ്റ്. ഈ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട്, അതിന്റെ ഭാഗ്യത്തിലില്ലേ, കുറച്ച് താഴെയായിട്ട് സപ്ലിമെന്ററി ലിസ്റ്റ്. അതായത് മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരും ജോലി കയറി കഴിഞ്ഞാല് പിന്നെ ബാക്കി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തുണ്ടാവും, സപ്ലിമെന്ററി നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കിട്ടി. നമ്മുടെ നമ്പർ നോക്കിയപ്പോ അതിനകത്ത് നമ്മൾ ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് കുറെ മെസ്സേജുകൾ വരും. കേൾക്കുന്നില്ലയോ? കുറെ മെസ്സേജുകൾ വരും. അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. നിങ്ങൾ പല ഗ്രൂപ്പുകളിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ മെസ്സേജ് വന്നോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ നമുക്ക് വരും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ PSC ഓഫീസൊക്കെ മെസ്സേജ് ഉണ്ടാവും. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ്, അതായത് എനിക്കിപ്പം എന്താണ് നമ്മുടെ SSLC, +2, ഡിഗ്രി, PG ഉണ്ടെങ്കിൽ PG, അല്ലെങ്കിൽ കേട്ടിട്ട് ഈ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ പിന്നെ എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മുടെ വരുമാനം, നേറ്റിവിറ്റി, അങ്ങനെ എന്തൊക്കെയോ അത് അവർ പറയും, കൃത്യമായി പറഞ്ഞു തരാം. നമ്മുടെ പ്രൊഫൈലിനകത്ത് അത് കാണിക്കും. ഈ കാര്യങ്ങളും കൊണ്ട് അവർ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, PSC ഓഫീസിൽ ചെല്ലാം. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓക്കെയാണ്. അതിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്റെ ഒരു ഫാദറിന്റെ നൈമിൽ ഒരു എസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് അവര് പിന്നെ അത് എന്ത് ചെയ്യും, മാറ്റി വരാൻ ആവശ്യത്തിന് നമുക്ക് സമയമൊക്കെ തരും. അപ്പൊ അതും കുറെ ഒരു 1-2 മാസത്തേക്ക് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെയാണ്. അതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓക്കെ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് നമ്മൾ അവിടെ നിന്ന് കട്ടാവും കേട്ടോ. ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് നടക്കുക. മിക്കവാറും PSC ഓഫീസുകളിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ. നമുക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും വേണം, നിങ്ങൾ അറിയിച്ചില്ല എന്നുള്ള ടെൻഷൻ ഒന്നും ഉണ്ടാവണ്ട. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നമ്മുടെ പ്രൊഫൈൽ മെസ്സേജ് ആയിട്ടും ഇമെയിലായിട്ടും ഒക്കെ വരും. ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂ കഴിഞ്ഞാലാണ് പിന്നെ റാങ്ക് ലിസ്റ്റ് വരിക. ഓക്കെ, ആദ്യം വന്നത് എന്താണ്, ഷോർട്ട് ലിസ്റ്റ് ആണ്. ഷോർട്ട് ലിസ്റ്റിൽ നമ്മുടെ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ നമുക്കൊരു അറിയിപ്പ് കിട്ടും, അത്രേ ഉള്ളൂ.
അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ്. അത് റാങ്ക് ലിസ്റ്റിന്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ സെയിം ഞാൻ ഇപ്പൊ പറഞ്ഞ സെയിം എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് ആണ്. അതിൽ കണ്ടോ നമ്മുടെ പേര്, ഇപ്പൊ ഉള്ള PSC എക്സാമുകളിൽ നമ്മുടെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്ക് കാണിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്റർവ്യൂവിന്റെ മാർക്ക്, അത് ടോട്ടൽ എന്താണ്, നമ്മുടെ കമ്മ്യൂണിറ്റി എന്താണ് എന്നൊക്കെയുള്ള കറക്റ്റ് അവിടെയാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ റാങ്ക് എത്രയാണ്, അതായത് നമ്മളിപ്പോ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ മെയിൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാവും. എന്റെ റാങ്ക് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് ഞാൻ കണ്ടോ 2ാമത്തെ റാങ്കിലാണുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത്. അവിടെ നമ്മുടെ റാങ്ക്, അതായത് 1ാമത്തെ ആള് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഊഴം എന്റേതാണ്, അടുത്ത ഊഴം 3ാമത്തെ റാങ്കിന് താഴെ താഴെ താഴെ. സിമ്പിൾ അല്ല കാര്യങ്ങൾ, എന്നാലും പറയുവാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ബേസിക് ഫോർമാറ്റ്. റാങ്ക് ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തോ ഇനിയിപ്പോ നമ്മൾ വേറെ ഒന്നും പേടിക്കണ്ട, നമുക്ക് ജോലി കിട്ടും. അങ്ങനെയല്ല. റാങ്ക് ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാവണം. റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എല്ലാം കൂട്ടായ്മ ഉണ്ടാവണം. ഒഴിവുകൾ അതത് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനും, പിന്നെ ഏതെങ്കിലും ഒഴിവുകളൊക്കെ ഇപ്പൊ പല സ്കൂളുകളിലും പല അവസ്ഥകളൊക്കെയാണ്. അപ്പൊ അവിടെ അറബി കുട്ടികളുടെ എണ്ണം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനും ഒക്കെ നമ്മൾ ഒത്തിരി അധികം നമ്മുടെ സാമ്പത്തികമായിട്ടും അതുപോലെ ആളുകൾ എന്ന രീതിയിലും നമ്മൾ എന്താണ് ഒത്തിരി നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് കൂടെ ഉള്ള മനുഷ്യരുണ്ടല്ലോ, നമ്മുടെ റാങ്കുകളിൽ താഴെയുള്ള മനുഷ്യരെയും കൂടെ ജോലിക്ക് കയറാൻ പറ്റണം, അവരെ കൂടി പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ കൂടെ നിർത്താൻ നമുക്ക് പറ്റണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവുന്ന അവിടെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഡ്രീം ജോബിലോട്ട്, ടീച്ചിങ് എന്നുള്ള വളരെ മനോഹരമായ ഒരു ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് മെയിൻ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പരീക്ഷയെ പറ്റി പറയാം. ഇപ്പൊ ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. പരീക്ഷയില് 100 മാർക്കിനാണ് പരീക്ഷ, നിങ്ങൾക്ക് അറിയാം. അതിൽ 80 മാർക്ക് അറബിക്കാണ്. അറബിക്കിലെ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ 20 മാർക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. OMR എക്സാം ആണ്, നിങ്ങൾക്കറിയാം. ടോട്ടൽ 100 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇയാളെ മറന്നു പോകരുത്. അയാളാണ് എന്ത്, നെഗറ്റീവ് മാർക്ക്. നമ്മൾ എഴുതിയ എല്ലാ ശരി ഉത്തരങ്ങളിൽ നിന്നും നമുക്ക് തെറ്റുന്ന ചോദ്യം. അപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു എക്സാം എഴുതുന്നു, 10 മാർക്കിന് ഒരു പരീക്ഷ എഴുതി, അല്ല 5 എണ്ണം എനിക്ക് ശരിയായാൽ എന്റെ മാർക്ക് എത്രയാണ്, 10ൽ 5. അങ്ങനെയാണല്ലോ നോർമലി നമുക്ക് അറിയാം. എന്നാൽ ഇവിടെയാണ് നെഗറ്റീവ് മാർക്ക് എന്നൊരു കീറാമുട്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതായത് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്ന് നോക്കാം. പിന്നെ 10 മാർക്കിന്റെ പരീക്ഷ അത് പറയുന്നു കേട്ടോ, പിന്നെ പറയാം. അതെന്താണ്, 3 തെറ്റുത്തരങ്ങൾക്ക് നമ്മൾ നേടിയ ഒരു മാർക്ക് കുറയും. 3 തെറ്റുത്തരങ്ങൾക്ക് നമ്മൾ അറ്റൻഡ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചാല് നമ്മൾ ഓൾറെഡി നേടിയ ഒരു മാർക്കിൽ നിന്ന് ആ മാർക്ക് അങ്ങ് കുറയും. എങ്ങനെയാണെന്ന് പറയാം. അതായത് നിങ്ങളൊരു 20 മാർക്കിന്റെ പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക. 20 മാർക്കിന്റെയാണ് പരീക്ഷ. അതിൽ നിങ്ങൾ 10 മാർക്ക് സ്കോർ ചെയ്തു. അപ്പൊ നോർമലി നമ്മൾ എന്ത് പറയും, എനിക്ക് 20ൽ 10 മാർക്ക് ഉണ്ടെന്ന് പറയും. എന്നാൽ നമ്മൾ ഈ 20 മാർക്കില് 10 ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ 16 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. അല്ല 6 ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിപ്പോയി, 10 മാർക്ക് കിട്ടി. നമ്മൾ സാധാരണ എക്സാമ്പിളിൽ ആ തെറ്റിയ 6 ക്വസ്റ്റ്യന്റെ കാര്യം പറയാറില്ല. 10 മാർക്ക് കിട്ടിയ 10 മാർക്കിന്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. എന്നാൽ 6 ക്വസ്റ്റ്യൻ തെറ്റി, അതായത് 3 ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം. അപ്പൊ 6 ക്വസ്റ്റ്യൻ അപ്പൊ എത്ര, 2 മാർക്ക് നമുക്ക് കുറഞ്ഞു. എങ്ങനെ കുറയും, നമുക്ക് കിട്ടിയ 10 മാർക്കിൽ നിന്ന് കുറയും. അപ്പൊ എന്ത് ചെയ്തു, നമ്മളെ മാർക്ക് 10 - 2 8 ചുരുങ്ങും. അപ്പൊ അതുകൊണ്ട് പറയാണ് PSC എക്സാമിൽ നെഗറ്റീവ് മാർക്കിന് വളരെ ഇമ്പാക്ട് ഉണ്ട്. നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു 5ാമത്തെ റാങ്കിൽ നിന്ന് ഒരു 20ാമത്തെ റാങ്കിലോട്ട് ഇങ്ങനെ താഴെ വലിച്ചിടാൻ വെറും 1 മാർക്കിന്റെ വ്യത്യാസം മതി. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും PSC മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 62.33, 62.66, 62.99 ഇങ്ങനെയാണ് കാണുക. അതായത് ഓരോ 1/4 മാർക്കിനും വലിയ വിലയുണ്ട്. റാങ്ക് ലിസ്റ്റ് നിങ്ങളെ പിടിച്ചങ്ങ് താഴെ ഇടും, അല്ലെങ്കിൽ പിടിച്ച് മുകളിലും കയറ്റും. അതുകൊണ്ട് എക്സാം അറിയുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. എത്ര പറഞ്ഞാലും നമ്മൾ അറിയാതെ ചില ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പോവും. എന്നാലും മാക്സിമം ബോധത്തോടെ കുറെ അറ്റൻഡ് ചെയ്ത് തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ സ്വയം കൺട്രോൾ ചെയ്തിട്ട്
എന്ത് ചെയ്യുക, മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ ഒത്തിരി പഠിച്ച് ഒത്തിരി രാത്രി ഉറക്കം ഉളഞ്ഞ് പഠിച്ച് കിട്ടിയ ഒരു മാർക്കായിരിക്കും നമ്മൾ 3 ക്വസ്റ്റ്യൻ തെറ്റിക്കുന്ന സമയത്ത് അങ്ങ് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുമ്പില്ലാത്തൊരു സാധനം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ പേരാണ് സിലബസ്. അതായത് നമുക്ക് PSC എക്സാമുകൾക്ക് സിലബസ് ഉണ്ടായിരുന്നില്ല, LP UP എക്സാമുകൾക്ക് സിലബസ് ഉണ്ടായിരുന്നില്ല നമുക്ക്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇപ്പൊ PSC നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ ഏത് PSC ഇപ്പൊ LDCയോ മറ്റേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ LGS പോലും ഏത് എക്സാമിന്റെ കാര്യം, നിങ്ങൾ ഒത്തിരി റാങ്ക് നേടിയ ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ, അവരെല്ലാരും പറയുന്ന കാര്യം സ്റ്റിക്ക് ടു ദ സിലബസ് എന്നാണ്. സിലബസിൽ പിടിക്കുക. അത് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ആക്രാന്തത്തോടെ ബാക്കിയുള്ള ചുറ്റുമുള്ള സംഭവം എടുക്കാൻ നോക്കുക. അപ്പൊ സിലബസിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്കൊരു PSC നമുക്കൊരു സിലബസ് തന്ന സ്ഥിതിക്ക്. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഓക്കെ നമുക്ക് സിലബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കും, എന്തെങ്കിലും പഠിക്കും, എന്തെങ്കിലും കിട്ടും, എവിടെയെങ്കിലും മാർക്ക് കിട്ടും. അങ്ങനെ ഒരു സ്ഥിതി ഇപ്പൊ ഇല്ല. സിലബസ് ഉണ്ട്, സിലബസിന് സ്റ്റിക്ക് ചെയ്യുക, മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം, എല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യം, LDC ഒക്കെ കിട്ടിയ ആൾക്കാരൊക്കെ പറയുന്നത്, ഞാൻ സിലബസ് പഠിച്ചു കഴിഞ്ഞു, സിലബസ് കംപ്ലീറ്റ് ആക്കി അത് റിവൈസ് ചെയ്യുന്നൊക്കെ അന്ന് പറയുന്ന കേൾക്കാലോ. അപ്പൊ അറബിക്കാർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല സിലബസ് തീർക്കാൻ, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ജനറൽ പഠിക്കാൻ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിക്കളയാതെ. എല്ലാവരും എഴുതുന്ന PSC തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് അവർക്കില്ലാത്ത ഒരു പ്രിവിലേജും അറബിക്കാർക്കും ഇല്ല. അതുകൊണ്ട് അവര് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണോ ഒരു PSC എക്സാം എഴുതാൻ നോക്കുന്നത്, അതുപോലെ തന്നെ നമ്മളും ചെയ്യാം. അപ്പൊ സിലബസ് തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ജനറലിന്റെ 20 മാർക്കിനാണ് സിലബസ് ഉള്ളത്. അതിന് 2 പ്രധാന ടോപ്പിക് എന്ന് അവർ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ്. അതിൽ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അത് ഓരോന്നും എന്താണെന്ന് തന്നെ നോക്കി പോവാം. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു നോട്ട് എടുക്കുക, അതിൽ എഴുതുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇപ്പൊ ബ്രൈറ്റിലാണെങ്കിൽ ബ്രൈറ്റിൽ ഓരോ ടോപ്പിക്കും അനുസരിച്ച് പ്രത്യേകം ടീച്ചേഴ്സ് ഉണ്ട്, പ്രത്യേകം ക്ലാസ് ഉണ്ട്. നോട്ട് എഴുതി പോവാം. നിങ്ങൾക്കത് ബ്രൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാദമിയിൽ ചേരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോന്നും എടുത്തിട്ട് മിനിമം സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാനെങ്കിൽ ശ്രമിക്കാം. ഒന്നാമത്തെ ഏതാണ്? സാരിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ഏരിയസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ ഫീച്ചേഴ്സ് ഉണ്ട്, പ്രിയാമ്പിൾ ആമുഖവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫണ്ടമെന്റൽ റൈറ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബേസിക്കുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവുമെന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കാതെ പോകരുത്. അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻ, അല്ല ഇലക്ഷൻ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ UPSC, PSC, ഇൻഫർമേഷൻ വിവരാവകാശ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതൊന്നും പഠിച്ചില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി സിലബസ് തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. അതുപോലെ വേറൊരു ടോപ്പിക്കാണ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാം. സാമൂഹ്യപരമായിട്ട് നമ്മൾ ഗവൺമെന്റ് അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഒത്തിരി പരിപാടികൾ നടത്താറുണ്ട്. അത്തരം പരിപാടികളുടെ ഡീറ്റെയിൽസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസുകളുണ്ട്. ഒത്തിരി പ്രോഗ്രാംസിന്റെ പേരുകളുണ്ട്. അതിൽ ഒന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുപോലുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും എന്ന് PSC സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കാതെ പോയിട്ട് അയ്യോ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. പഠിച്ചു തന്നെ പോവുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ഒരു വർഷം, അതിന് മുമ്പുള്ള ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് വളരെ കൃത്യമായിട്ട് ഒരു വർഷത്തിനുള്ളിലെ കറണ്ട് അഫയേഴ്സ് മാക്സിമം പഠിക്കാനും കൂടെ ശ്രമിക്കുക. ഒരു 6 മാസം മുമ്പുള്ള എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നിൽക്കണ്ട. കാരണം മിക്കവാറും ഒക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവാണ്. അതിന് മുമ്പുള്ള ഒരു 3-6 മാസത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്ന് ന്യൂസ് പേപ്പറിൽ നോക്കി ഓരോന്നിങ്ങനെ എഴുതിയെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അസിസ്റ്റൻസ് ഉണ്ട്, അക്കാദമികളുണ്ട്. അക്കാദമികൾ ചേർന്നാൽ അവർ കറക്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ തരും. അല്ല യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കുറെ എല്ലാ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇടുന്ന യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങൾ കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം.
അതുപോലെ റിനൈസൻസ് ആൻഡ് ഇൻ കേരള എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നത്, നമ്മുടെ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ, എന്താണ് ഫാക്ടറികൾ, പ്രിന്റിംഗ് പ്രസ് എന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വീണ്ടും വീണ്ടും വന്ന് കാണാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം നോക്കാം. അതുപോലെ എഫേർട്സ് ടു റീഫോം ദ സൊസൈറ്റി, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, ഇതിനകത്ത് നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ ഉണ്ടാവും. SNDP യോഗം, NSS, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, വാല സമുദായ പരിഷ്കരണ സഭ, മിനിമം ഈ സിലബസിനകത്ത് തന്നിട്ടുള്ള ഈ സാധനങ്ങളും അതിന്റെ സ്ഥാപകരുടെ പേരും അതിന്റെ വർഷമെങ്കിലും പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. കാരണം ഈ അറബിക്കിന്റെ പൊതുവെ ഇത്തരം 20 മാർക്കിന് ജി കെ മീൻസ് നമ്മുടെ ജനറൽ ക്വസ്റ്റ്യൻ വരുന്ന മിക്കവാറും എക്സാമുകളിലൊക്കെ ആൾക്കാർ ഇത് പഠിക്കാതെ പോകും. പഠിക്കാതെ പോയിട്ട് അറബിക്ക് കിട്ടുമെന്ന് വിചാരിക്കും. അറബിക്ക് കിട്ടുമോ അറബിക്കിലെ ഒരുവിധം പേർക്കൊക്കെ ഒത്തിരി മാർക്ക് കിട്ടും. എന്നാൽ GK യിൽ കിട്ടുന്ന 5 മാർക്കോ 10 മാർക്കോ ആയിരിക്കും നമ്മുടെ റാങ്ക് തീരുമാനിക്കുക. അപ്പൊ GK അല്ലെ ജനറൽ നോളജ് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പാർട്ട് കളഞ്ഞിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത്. അതുപോലെ അടുത്തൊരു സ്റ്റെപ്പാണ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, അതുപോലെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്. അതിൽ ഓരോ സമരങ്ങൾ, ചാതാ സമരം ആയിക്കോട്ടെ, വൈക്ക സത്യാഗ്രഹം ആയിക്കോട്ടെ, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, എന്താണ് അങ്ങനെ എന്തും മലയാളി മെമ്മോറിയൽ, ഹീറോ മെമ്മോറിയൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം. മലബാർ ലഹള, എന്താണ് നമ്മുടെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, അങ്ങനെ എന്തുമായി അതിന് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോണിൽ കിടക്കുന്ന, ഫോണിൽ നമ്മൾ പലയിടത്തുനിന്നും പലതും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങളൊന്നും പിന്നെ നമ്മൾ തുറന്നു പോലും നോക്കാറില്ല. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വാളിൽ അങ്ങനെ എന്ത് ചെയ്യുക, സ്റ്റക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് PSCക്ക് വേണ്ടി എന്തായാലും സ്വന്തമായിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കണമല്ലോ, എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഭാഗത്തും സ്റ്റിക്ക് ചെയ്ത് വെക്കുകയോ പിൻ ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ റോൾ ഓഫ് പ്രസന്റ് റിനൈസൻസ്, ഇതിൽ നമുക്ക് ഇപ്പൊ ധാരാളം ക്വസ്റ്റ്യൻ വന്ന് കാണാറുണ്ട്. മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, ഇങ്ങനെയുള്ള പത്രങ്ങള് അല്ലെ മാസികകള്, അതിന്റെ സ്ഥാപകര്, അതിലെ വർഷം, അല്ലെങ്കിൽ ആ മാസികകളിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ള ആരെങ്കിലും പേരുകൾ, ചില പ്രത്യേക രചനകൾ, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ അടുത്ത് ഓൾറെഡി PSC പറഞ്ഞിട്ടുണ്ട് ഇതിന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിക്കാതെ പോയാൽ പിന്നെ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. അവരെ കുറ്റം പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ട്, അവിടെ നമുക്ക് അവരെ പറയാം. ഇവിടെ നമുക്ക് നമ്മളെ കാര്യം ചെയ്യാം. അതുപോലെ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, ഇതും പുതുതായിട്ട് വന്ന സംഭവമാണ്. നമ്മുടെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, നോവൽ, ഡ്രാമ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതിൽ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഇവരെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, മേരി കുട്ടിമാളു അമ്മ, ലളിത പ്രഭു, അക്കാമച്ചർ, ഇവരുടെയൊക്കെ പേര് യൂട്യൂബിൽ വെറുതെ ടൈപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡീറ്റെയിൽസ് കിട്ടും. പല ക്ലാസ്സുകളിൽ നിന്നായിട്ട് ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ ഒത്തിരി സമയം പോകും, കാരണം പല 100 കണക്കിന് വീഡിയോസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് നോക്കിയെടുക്കേണ്ടത്. ഒരേ വീഡിയോ, പല വീഡിയോയിൽ തന്നെ ഒരേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. എന്നാൽ ചില സ്ഥലത്ത് തെറ്റുകൾ വരും. നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ കാണത്തുള്ളൂ, എന്നാലും ശരിയാക്കി പറയുന്ന രണ്ടാമത്തെ വീഡിയോ നമ്മൾ കാണില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്താണ് അക്കാദമിക്കിൽ ചേർന്നാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ, നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അതുപോലെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് എന്ന് പറഞ്ഞ കുറച്ചധികം ആൾക്കാരുടെ പേരുകൾ വായിക്കുമ്പോൾ തന്നെ സമയം പോകുന്ന അത്രയും ആൾക്കാരുടെ പേര്, തൈക്കാടയ്യ, ഒത്തിരി ആൾക്കാരുടെ പേരുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആൾക്കാരുടെ മിനിമം ഡീറ്റെയിൽസ്, അവിടെ പ്രധാനപ്പെട്ട ഒരു സമരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അതിൽ ലിറ്റററി ഫിഗേഴ്സ്, അതും അതിനും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. കുറച്ചധികം ആൾക്കാര് അവരുടെ അച്ഛന്റെ പേര് പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാൻ, വള്ളത്തോള്, ഉള്ളൂര്, ചങ്ങമ്പുഴ, ചന്തുമേന, അങ്ങനെ നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വേണം എന്തായാലും എക്സാമിന് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് എല്ലാരെയും പോലെ വെറുതെ പോയി എക്സാം എഴുതിയിട്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവാൻ വരാം. അങ്ങനെ ചിലപ്പോ കിട്ടും, ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവത്തില്ല. അങ്ങനെ അവസ്ഥയായി പോകും. നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ ഈ സാധനങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞല്ലോ നമ്മൾ സിലബസ്. ഇതിൽ തന്നെ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ആണ് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവുകയെ, പിന്നെ നമ്മള് പറയേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യൻ ഉണ്ടാവും, പഠിച്ചിട്ട് തന്നെ പോവാം. ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, പഠിച്ചിട്ട് തന്നെ പോവാം. റിവോൾട്ട്സ് ആൻഡ് മൂവ്മെന്റ്സ്, നമ്മൾ പറഞ്ഞ കുറെ സമരങ്ങൾ, അതിന്റെ വർഷങ്ങൾ, അതൊക്കെ പഠിച്ചിട്ട് തന്നെ പോവാം.
അതുപോലെ ലിറ്ററേച്ചറിൽ നിന്ന് ഇപ്പൊ അധികം ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. മുമ്പ് സിലബസിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ തവണ നടന്ന പരീക്ഷകളിലൊന്നും ലിറ്ററേച്ചറിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ വർഷങ്ങളിൽ നടന്ന പരീക്ഷകളിലൊക്കെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇതൊക്കെയാണ്. ഇത് പഠിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ജനറൽ പറ്റത്തില്ല എന്നാണെങ്കിൽ ഈ 4 ടോപ്പിക്കുകൾ പഠിച്ചിട്ട് എന്തായാലും പോവാം. അത്രയും പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യുക, ഈ 4ൽ നിന്നും എന്തായാലും പഠിക്കുക. അതിൽ നിന്ന് ചിലപ്പോൾ 2 3 മാർക്ക് കിട്ടിയാൽ അതും നല്ല രീതിയിൽ സഹായിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് എന്താണ്, ആ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എങ്ങനെ പഠിക്കണമെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന അർത്ഥത്തിലല്ല. എന്നാലും നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന്, ഹൂ ഈസ് ദ ഓഥർ ഓഫ് അരങ്ങ് കാണാത്ത നടൻ? അരങ്ങ് കാണാത്ത നടൻ എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? അരങ്ങ് കാണാത്ത നടൻ. A, B, C, D. ഒന്ന് നോക്കിയാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്ക്. A ആണോ B ആണോ? കോവിലനാണോ? തോപ്പിൽ ഭാസിയാണോ? NN പിള്ളയാണോ? തിക്കോടിയനാണോ? അരങ്ങ് കാണാത്ത നടൻ. മിക്കവാറും ലിറ്ററേച്ചറിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പൊതുവെ എളുപ്പമുള്ളതാണ് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. ഇപ്പോഴേ നിങ്ങൾ കാരണം സിലബസ് വന്നിട്ട് അധിക കാലം ആവാത്തത് കൊണ്ട് ഇപ്പോഴേ സിലബസ് സ്റ്റിക്ക് ചെയ്ത് പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങി ജോലിക്ക് കയറുന്നതാണ് കുറച്ച് എളുപ്പം. നിങ്ങളിപ്പോ കേട്ടിട്ടിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓരോ വർഷം കഴിയുന്നോറും കേട്ടിട്ട് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായി വരുവാണ്. അതുപോലെ PSC ഇനി ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ വാങ്ങിയെടുക്കാൻ ശ്രമിക്കാം. കുറെ പേര് ഉത്തരം പറഞ്ഞ കറക്റ്റ് ആണ്. അരങ്ങ് കാണാത്ത നടൻ തിക്കോടിയന്റെ രചനയാണ്. നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞതിന് കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ, അതായത് കോവിഡിന് ശേഷം നടന്ന എല്ലാ പരീക്ഷകളുടെയും ഒത്തിരി പരീക്ഷകൾ നടന്നെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ 4-5 ഉള്ളൂ LP UP. കാരണം ഒരേ എക്സാമിൽ തന്നെ 2-3 ജില്ലകൾ ഒരുമിച്ചായിരിക്കുമല്ലോ വിളിക്കുന്നത്. അതുകൊണ്ട് 5 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരത്തുള്ളൂ. ആ 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തിട്ട് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യനും നോക്കാം. ഇപ്പൊ നമ്മളൊക്കെ അരങ്ങ് കാണാത്ത നടൻ, അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് തിക്കോടിയനാണ്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് ഈ ബാക്കി 3 ഓപ്ഷൻ ആരൊക്കെയാണ് അവരെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിക്കിപീഡിയ നോക്കിയാൽ മതി. കൂടുതലൊന്നും നോക്കണ്ട, വിക്കിപീഡിയ നോക്കിയാലും മതി. എന്നിട്ട് ഷോർട്ട് നോട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എഴുതി വെക്ക്. എന്നിട്ട് ഓരോ ആഴ്ച കഴിയും അല്ലെങ്കിൽ ഓരോ മാസത്തിലൊരിക്കൽ അടുത്ത് വെച്ച് നോക്ക്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ A കോവിലനായിരുന്നു. ആരാണ് കോവിലൻ? കോവിലന്റെ ഫുൾ നെയിം VV അയ്യപ്പൻ. ചിലപ്പോൾ അടുത്ത എക്സാമിന് അതായിരിക്കും ഇവിടെ ചോദിക്കുന്നത്. അതുപോലെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പങ്കെടുത്ത ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം നേവിയിൽ വർക്ക് ചെയ്ത, മിലിറ്ററി വർക്ക് ചെയ്ത ആളാണ്. റോയൽ ഇന്ത്യൻ നേവിയിലും ഇന്ത്യൻ ആർമി എന്നൊക്കെ റിട്ടയർ ചെയ്ത ആളാണ്. അതുപോലെ അദ്ദേഹം ഒരു ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ സ്റ്റെനോഗ്രാഫർ ആയിട്ട്, നമ്മുടെ ടൈപ്പിംഗ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ സ്റ്റെനോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ അദ്ദേഹം എഴുതിയ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ് തട്ടകം എന്നുള്ളത്. അത് ചിലപ്പോൾ അടുത്ത പരീക്ഷയിൽ ചോദിക്കാം, തട്ടകം എന്ന നോവൽ എഴുതിയത് ആരും ചോദിക്കാമല്ലോ, അവർക്ക് എന്തും ചോദിക്കാം. കോവിലനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു 2 ഷോർട്ട് സ്റ്റോറീസ്, കുറച്ചധികം ഫേമസ് ആയ 2 ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഒന്ന് ഒരിക്കൽ മനുഷ്യനായിരുന്നു എന്നുള്ളതും അതുപോലെ ഈ ജീവിതം അന്ധമാണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട കൃതികളാണ്. ഇത്രയും മതിയുടെ, ഇത്രയും മതി എന്ന് പറയുമ്പോൾ നിങ്ങളിത് വിക്കിപീഡിയയിൽ നോക്കി ഇത്രയും ഡീറ്റെയിൽസ് എഴുതി നിങ്ങൾ ഒരു അരമണിക്കൂർ പോകും എന്നുള്ളത് ഉറപ്പാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും അക്കാദമി ജോയിൻ ചെയ്താൽ നമ്മൾ അത്രയും പണി നമുക്ക് കുറഞ്ഞു കിട്ടും. എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മൾ ഓപ്ഷൻ A അല്ലേ കോവിലൻ പറഞ്ഞപ്പോൾ തോപ്പിൽ ഭാസി. അപ്പൊ തോപ്പിൽ ഭാസിയെ പറ്റി വെറുതെ ഒന്ന് സെർച്ച് ചെയ്യാം. അദ്ദേഹം ഒരു പ്ലേ റൈറ്റ് ആണ്, സ്ക്രീൻ റൈറ്റർ ആണ്, ഫിലിം ഡയറക്ടർ ഒക്കെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട്. അതാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, യു മേഡ് മീ എ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത്. അതൊരു നാടകമാണ്. അത് ആദ്യമായിട്ട് KPSCയുടെ കീഴിലാണ് സ്റ്റേജ് ചെയ്യുന്നത്. അത് ചവറയിലാണ്, കൊല്ലം ജില്ലയിലെ ചവറയിലാണ് 1952 ഡിസംബർ 6 ആദ്യമായിട്ട് ആ നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. ആ ഡേറ്റ് പോലും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത്. അദ്ദേഹം പ്രയോറിറ്റി സസ്പെക്ട് ഇൻ ദ ഇൻഫേമസ് ശൂരനാട് ഇൻസിഡന്റ്, അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാണ്. ശൂരനാട് ലഹള എന്ന് പറഞ്ഞൊരു ലഹള ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സസ്പെക്ട് ആയിരുന്നു തോപ്പിൽ ഭാസി. അപ്പൊ ചിലപ്പോൾ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ വരുന്നത്. അപ്പൊ അടുത്ത എക്സാമിന് ചോദിക്കാം, ഇപ്പൊ താഴെ പറയുന്നതിൽ തോപ്പിൽ ഭാസിയുമായി ബന്ധമില്ലാത്തത് ഏത്, ബന്ധമുള്ളത് ഏത്? അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ശൂരനാട് ലഹളയുമായി ബന്ധപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം എഴുതിയാണ്, സ്ക്രീൻ റൈറ്റർ ആണ്, ഫിലിം ഡയറക്ടർ ആണ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ബേസിക് ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ അദ്ദേഹത്തിന്റെ വേറെ ഒരു കൃതിയാണ് ഒളിവിലെ ഓർമ്മകൾ. അതുപോലെ മുടിയനായ പുത്രൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, സിനിമ സ്ക്രീൻ റൈറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില നമുക്ക് അറിയാവുന്ന
എന്ന് നമ്മൾ മറന്നു പോയേക്കാവുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തോർത്തോർത്ത് പോവാം. അതുപോലെ നമ്മൾ NN പിള്ള നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്ന ആളാണ് NN പിള്ള എന്നുള്ളത്. NN പിള്ളയുടെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആളിനെ. നമ്മുടെ ആരാണ് നമ്മുടെ എന്താണ് കത്തി താഴെടാ എന്ന് പറഞ്ഞില്ലേ, അയാൾ തന്നെയാണ് നാരായണൻ പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു INA ഫ്രീഡം ഫൈറ്റർ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആചാര്യൻ ഓഫ് മലയാളം തിയേറ്റർ എന്നാണ്, മലയാളം തിയേറ്ററിന്റെ നാടകാചാര്യൻ എന്ന് അറിയപ്പെട്ട അത്രയും ഫേമസ് ആയ ആളാണ് അദ്ദേഹം. എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഞാൻ എന്നുള്ളത്. അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിറ്റ്ലർ അല്ലേ, അതുപോലത്തെ സിനിമ, ഹിറ്റ്ലറാണോ പേര് ഞാൻ മറന്നുപോയി, ആ സിനിമയിലൊക്കെ അദ്ദേഹം 500 അതന്നെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുത്തുകാരനാണ് എന്ന് കൂടി, അല്ലെങ്കിൽ അതൊരു ഫ്രീഡം ഫൈറ്റർ ആണ്, അതുപോലെ തിയേറ്റർ ആണ്, അതായത് നാടകവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് കൂടി ഓർത്തു വെച്ചു. ഇത്രയും കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് മതി, അത് നമ്മൾ അടുത്ത എക്സാമിന് നന്നായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ തിക്കോടിയൻ ആണല്ലോ നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്, അദ്ദേഹത്തിനെ വിടരുത്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. തിക്കോടിയൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഫാൾസ് നെയിമാണ്, സ്യൂഡോ നെയിമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് P. കുഞ്ഞനന്ദൻ നായർ എന്നാണ്. അദ്ദേഹം എഴുതിയ ഓട്ടോബയോഗ്രഫിയാണ് അരങ്ങ് കാണാത്ത നടൻ, ദ ആക്ടർ ഹു ഹാഡ് നെവർ ബീൻ ഓൺ സ്റ്റേജ്. അതുപോലെ അദ്ദേഹത്തിനെ ഈ തിക്കോടിയൻ എന്ന പേര് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു പേരിൽ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ച ആള് സഞ്ജയൻ എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരനാണ്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ 4 ഓപ്ഷന്റെയും ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത്, എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് റെഡ്യൂസ് ദ ഏജ് ഓഫ് വോട്ടിംഗ് ഫ്രം 21 years to 18 years? 21 വയസ്സായിരുന്ന വോട്ടിംഗ് പ്രായത്തിനെ 18 വയസ്സിലേക്ക് താഴ്ത്തണം എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഏതാണ്? എഴുതാൻ പറ്റുമോ നോക്ക്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡൗട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പഠിച്ചാലും മറന്നു പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ നമുക്ക് കിട്ടണം, നമ്മുടെ വാശിയാണിത്, നമ്മുടെ ജോലിയാണിത്, കളയാൻ നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് 61ാമത് അമെൻഡ്മെന്റ് ആക്ട് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ അടുത്ത എക്സാമിനുകളിലൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ 61ാമത്തെ അമെൻഡ്മെന്റ് പ്രകാരം എന്ത് മാറ്റമാണ് ഉണ്ടായത്? 21നെ 18 ആക്കിയോ, 20നെ 19 ആക്കിയോ, എന്താണ് 20നെ അല്ലെങ്കിൽ 17നെ 18 ആക്കിയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. ഓക്കെ, 61ാമത് അമെൻഡ്മെന്റ് ആക്ട് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷൻ തന്നിട്ട് ഈ 62ാമത്തെ 59ാമത്തെ 60ാമത്തെ അമെൻഡ്മെന്റ് ആക്ടുകൾ എന്താണെന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. മിക്കവാറും ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ കിട്ടും. അതുപോലെ ഇപ്പൊ ഉള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കൺസിഡർ ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് വിച്ച് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. അത് കറക്റ്റ്ലി ആണോ ഇൻകറക്റ്റ്ലി ആണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാന്. ഒരു സൈഡിൽ സോഷ്യൽ റിഫോമേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ അവരുടെ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു 10 മിനിറ്റ് പോകുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത്തരം ക്വസ്റ്റ്യൻസിൽ കുറെയൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാൻ പറ്റുമോ നോക്കി. ഏതെങ്കിലും ഒരു ബുക്ക് വെച്ചെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത ഒരു 1-2 ബുക്ക് അറിയാമെങ്കിൽ ബാക്കി കറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം എയും ബിയും സിയും ഡി അത്ര കൺഫ്യൂസ്ഡ് അല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമുക്ക് സമയം ഒത്തിരി വൈകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. എ ആണ് ആൻസർ. എ എന്ന് വെച്ചാല് ശ്രീ ബുദ്ധചരിതം, അത് കുമാരനാശൻ എഴുതിയ കൃതിയാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രാചീന മലയാളം എപ്പോഴും ചോദിക്കുന്നതാണ്. ചട്ടമ്പി സ്വാമികൾ, ശ്രീ ചൈത്ര ബുദ്ധൻ, വേലുക്കുട്ടിയാരെ. ഇതിൽ ജാതിക്കുമ്മിയും പ്രാചീന മലയാളം, ഇത് ഞാൻ എഴുതിയ എക്സാം ആണ്. അതിൽ ജാതിക്കുമ്മിയും പ്രാചീന മലയാളം മാത്രമാണ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നത്. പക്ഷെ അത് വെച്ചിട്ട് തന്നെ മറ്റേ 4 കറക്റ്റ് ആക്കാൻ പറ്റും. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒട്ടും പഠിക്കാതെ പോയി നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്, കളഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ. എന്തെങ്കിലും പഠിച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉള്ളത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോണേ. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ. മലയാളം ലിറ്ററേച്ചറിലെ ഏറ്റവും നീളമുള്ള ഏറ്റവും വലിയൊരു നോവൽ ഏതാണ്? ചെമ്മീൻ, ഒരു സങ്കീർത്തനം പോലെ, രണ്ടിടങ്ങഴി, അവകാശികൾ. ഇത് പൊതുവേ നമ്മുടെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്.
ഞാൻ പറഞ്ഞില്ല ലിറ്ററേച്ചറിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇപ്പൊ. ഓക്കെ, കറക്റ്റ് ആണ്, അവകാശികളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഓരോ നോവലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെമ്മീൻ തകഴിയാണ് എഴുതിയത്. 1956 ഫസ്റ്റ് മലയാള നോവൽ ടു റിസീവ് ദ നാഷണൽ ഓണർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടുന്ന ഒരു ആദ്യത്തെ മലയാള നോവലാണ്. 1956 അത് പ്രസിദ്ധീകരിച്ചത്. 57 അവാർഡ് കിട്ടുന്നു. ഇത് സിനിമ ആയിട്ടുണ്ട് 1966. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നെങ്കിൽ ഡേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാമു കാര്യമായിട്ടാണ് സിനിമയാക്കിയത്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം ടു വിൻ ദ ഇന്ത്യൻ പ്രസിഡന്റ് ഗോൾഡ് മെഡൽ ഫോർ ദ ബെസ്റ്റ് ഫിലിം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ നേടുന്ന ഒരു ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ, മലയാളം എന്നല്ല സൗത്ത് ഇന്ത്യൻ ഫിലിം കൂടിയാണ് എന്ത് ചെമ്മീൻ എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു, ഒരു സങ്കീർത്തനം പോലെ. അത് പെരുമ്പടവം ശ്രീധരൻ എഴുതിയ കൃതിയാണ്. അതിലെ സിറ്റി, അത് ഏത് സിറ്റിയാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്, അത് ഏത് സിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ചോദിച്ചാൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സെയിന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന സിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലെ പ്രധാന ക്യാരക്ടർ ദസ്തയോവ്സ്കി, നാക്ക് പുളുക്കാതെയൊക്കെ പറയണം, ദസ്തയോവ്സ്കി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രണയിനിയായിട്ടുള്ള അന്നയും തമ്മിലുള്ള പ്രണയത്തിനെ പറ്റിയൊക്കെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ. അത് എഴുതി ആരാണെന്ന് ചോദിക്കാം, പെരുമ്പടവം ശ്രീധരൻ. അതിൽ ദസ്തയോവ്സ്കിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെ പറ്റി പറയുന്ന കൃതി ഏതാണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സങ്കീർത്തനം, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു സങ്കീർത്തനം പോലെ. അതിലെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു ഇത് രണ്ടിടങ്ങഴി. അത് ആരെഴുതിയതാണ്, തകഴി ശിവശങ്കരപിള്ള തന്നെ എഴുതിയതാണ്. അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഫ്യൂഡൽ വ്യവസ്ഥിതികൾ, ഫ്യൂഡൽ പ്രഭുക്കന്മാര് അവരുടെ എന്താണ് ലേബേഴ്സിനെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുക, അവരുടെ ക്രൂരതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന കൃതിയാണ് രണ്ടിടങ്ങഴി എന്നുള്ളത്. അതും എഴുതിയ ആളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം ഓപ്ഷൻ കാണുമ്പോൾ അതിനകത്ത് തകഴിയും വള്ളത്തോളും എല്ലാവരും കാണാം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. ഉറപ്പായിട്ടും അങ്ങ് പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ അവകാശികൾ എഴുതിയത് ആരാണ്, വിലാസിനിയാണ്. വിലാസിനി എന്ന് പറയുമ്പോ എന്ത്, നമ്മളിപ്പം നമ്മുടെ ഹേമ കമ്മീഷൻ വന്നപ്പോ നമ്മുടെ കൊല്ലം തുളസിയുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ പെണ്ണാണെന്ന് വിചാരിക്കരുത്. വിലാസിനി എന്നുള്ളത് അയാളുടെ സ്യൂഡോനൈമാണ്. അദ്ദേഹത്തിന്റെ പേര് MK മേനോൻ എന്നാണ്. MK മേനോൻ അദ്ദേഹത്തിന്റെ ഒരു വിലാസിനി എന്ന പേരിലാണ് എഴുതിയിരുന്നത്. അവകാശികളുടെ പ്രത്യേകത, ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ്, അത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുപോലെ സെക്കൻഡ് ലാർജസ്റ്റ് നോവൽ റിട്ടൺ ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ആഫ്റ്റർ ജയ്മോഹൻസ് തമിഴ് എപ്പിക്കായിട്ടുള്ള വെൺമുരസ് എന്നുള്ള തമിഴ് എപ്പിക്കിന് ശേഷം അതാണ് ഏറ്റവും വലുത്. ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതിയ ഏറ്റവും വലിയ നോവൽ അതാണ്. അത് കഴിഞ്ഞാൽ എഴുതിയ വലിപ്പമുള്ള രണ്ടാമത്തെ നോവലാണ് ഇന്ത്യൻ രണ്ടാമത്തെ നോവലാണ് അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൂടെ നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻസും ഇപ്പൊ ഉടനെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഗിവൻ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ഈ 4 തമ്മിലൊരു 3 വർഷം അറിയാമെങ്കിൽ നമ്മളിനെ ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൂട്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ കുറച്ചധികം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, അതിന്റെയൊക്കെ വർഷങ്ങളൊക്കെ നോക്കി വെക്കുന്നത് എപ്പോഴും സഹായകരമായിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഓരോന്നായിട്ട് നോക്കുക. സാന്താൾ മൂവ്മെന്റ് അത് 1855 ആറ്റിങ്ങൽ കലാപം 1721 സന്യാസി കലാപം 1770 പഴശ്ശി റിവോൾട്ട് 1793. അപ്പൊ ഇത് സന്യാസി, പിന്നെ ആറ്റിങ്ങൽ, പിന്നെ പഴശ്ശി, പിന്നെ സാന്ത, അങ്ങനെ ഒരു ഓർഡറിലാണ് പോവേണ്ടത്. കുറച്ച് വർഷമെങ്കിലും അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊരു ഐഡിയ ഉണ്ടായി. ഇപ്പൊ എല്ലാം കറക്റ്റ് അറിയണമെന്നില്ല. ഇപ്പൊ എന്താ, നമുക്ക് സന്യാസി ഏറ്റവും തുടക്കകാലത്തിൽ ഉണ്ടാകുന്നതാണ്. അത് മിക്കവാറും ഏതെങ്കിലും റീഡിങ്ങിലൊക്കെ നിങ്ങൾ തലയിലത് കിട്ടും. പിന്നെ സാന്താൾ കലാപത്തിന്റെ വർഷം മിക്കവാറും നിങ്ങൾ പഠിക്കും, 1855. പിന്നെ ഈ ആറ്റിങ്ങലാണോ പഴശ്ശിയാണോ അവിടെ മാത്രമാണ് മിക്കവാറും എനിക്ക് അങ്ങനെയാണ് കൺഫ്യൂഷൻ വന്നത്. അതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത അങ്ങനെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാത്തിനും കറക്റ്റ് ഒന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ നമുക്ക് മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താനും പറ്റും. ഇനി വീണ്ടും ഉറപ്പിച്ചു പറയുന്ന കാര്യം, 5 പരീക്ഷകളെ കോവിഡിന് ശേഷം നടന്നിട്ടുള്ളൂ. ആ കറക്റ്റ് അതിന്റെ പേര് സഹിതം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണേ. 114/2021 അത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LP ആണ്. അതൊരു 115/2021, 054/2023, 40/2024, 054. ഈ 5 സാധനങ്ങളും ഇനി കാറ്റഗറി നമ്പർ ഇല്ലേ, ഈ നമ്പറിനെയാണ് കാറ്റഗറി നമ്പർ എന്ന് വിളിക്കുക. 114/2021 ഇങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ, PSC അടിച്ചു കൊടുത്താൽ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും, ഫോണിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. അതങ്ങ് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിന് എന്തെങ്കിലും
എന്തെങ്കിലും തപ്പുമ്പോ കാണാനല്ല, ആ സാധനം പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 4 ഓപ്ഷന് വെറുതെ എങ്കിലും ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ പേപ്പർ, 10 ക്വസ്റ്റ്യൻ, ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുക. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഏത് ഫേസിലാണുള്ളത്, ആദ്യത്തെ സ്ലോ ആൻഡ് സ്റ്റഡി ഫേസിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഈ പരിപാടികളെല്ലാം ഇത് ചെയ്തൊന്ന് ഒതുക്കി വെച്ചാല് നമ്മുടെ അടുത്ത ഇനി കൺഫർമേഷൻ കഴിഞ്ഞിട്ടൊരു സമയമുണ്ടല്ലോ, 2-3 ദിവസം പഠിച്ചു പഠിക്കേണ്ട സമയമില്ലേ, ആ സമയത്ത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴേ, ഇന്നോ നാളെയോ, ഇന്നല്ല ഇന്ന് 10 മണിയായോ സമയമായല്ലോ, നാളെയോ മറ്റന്നാളൊക്കെ ഇതൊന്ന് ഈ സാധനം ഒന്ന് എന്ത് ചെയ്യാ, പ്രിന്റ് എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുക്കാം. അപ്പൊ നമ്മൾ 20 മാർക്കിന്റെ കാര്യം പറഞ്ഞേ, 20 മാർക്കിന്റെ കാര്യം പറയാൻ തന്നെ നമ്മൾ 1 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ ടൈം കൺസ്യൂം ചെയ്യുന്ന, നമ്മുടെ ആരോഗ്യത്തിനെ കൺസ്യൂം ചെയ്യുന്ന, നമ്മളെ കുറെ സമ്പത്തിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താണ്, ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയും, ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ്. അത്രയും വർത്തുള്ള സാധനമാണ്. വെറുതെ അങ്ങ് കളയരുത്. നമ്മളൊന്ന് വാശിക്ക് പഠിച്ചാൽ കിട്ടാവുന്നതാണ്. 20 മാർക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞേ. ഇനി അറബിക്ക് 80 മാർക്കിനാണ്. നിങ്ങൾ അഫ്ദൽ പഠിച്ചവരുണ്ടാവും, ഡിഗ്രി പഠിച്ചവരുണ്ടാവും, PG പഠിച്ചവരുണ്ടാവും, MPhilഉം PhDയും ചെയ്യുന്നവർ വരെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ ഡെയിലി വേജ് ആയിട്ട്, അല്ലെങ്കിൽ കോളേജുകളിൽ ഡെയിലി വേജ് ആയിട്ട് ഒക്കെ ജോലി ചെയ്യുന്നവരെല്ലാം കൂടെ ഒരുമിച്ചാണ് ഒരു പരീക്ഷ എഴുതാൻ ഹാളിലോട്ട് വരുന്നത്. അവരെ എനിക്ക് എന്താണ് അഫ്ദൽ മാത്രമേ ഉള്ളൂ, എനിക്കിത് പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. എനിക്ക് PhD ഉണ്ട്, എനിക്കിത് പറ്റും എന്നും വിചാരിക്കേണ്ട. ഇതിന്റെ റൂട്ടിലൂടെ പഠിച്ചു പോവുക, മാക്സിമം സിലബസിൽ സ്റ്റിക്ക് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക, മരിച്ചു പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടൂ. അത് നിങ്ങൾ അഫ്ദലാണെങ്കിലും കിട്ടും, PhD കാരനാണെങ്കിലും കിട്ടും. ഇതല്ലാതെ നിങ്ങളിൽ എന്തില്ല, നിങ്ങളിൽ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കളഞ്ഞ് വെറുതെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് സമയം കളയരുത്. ഓക്കെ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അത് പറയുന്നത്. പാർട്ട് 2 അറബിക്കാണ്. അറബിക്കിൽ ഒത്തിരി മേഖലകളുണ്ട്. അതിൽ ആദ്യത്തെ മേഖല തന്നെ നഹ്വ് സർഫാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാവുന്നത് പോലെ മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ കലിമത്ത് അൻവാ, ജുംല ഇസ്മിയ, ജുംല ഫെയിലിയ, അതിലെ ഫായിലുകള്, പിന്നെ ഇറാബുകള്, പിന്നെ നക്കറ മഅരിഫ, ആ മേഖല, ഹാല്, അസ്മാഉൽ ഹംസ, അഫ്ആൽ ഹംസ, അസ്മാഉൽ ഇഷാറ, അസ്മാഉൽ മൗസൂല, നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഭവങ്ങൾ അത് തന്നെയാണ്. അഥവാത്തുൽ ഇസ്തിഫാം, ലമീറുകള്, സ്വഹീഹ് മുഅത്തല്, എന്താണ് ഇസ്മു ഫായില്, മഫൂല്, ഈ സാധനം നമ്മൾ കേൾക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഒന്ന് ക്ലിയർ ആയിട്ട് ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, സിലബസിലുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചങ്ങ് തീർക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഒരു അക്കാദമിയുടെ സഹായം തേടുക. സ്വന്തമായിട്ട് പറ്റുവാണെങ്കിൽ മാക്സിമം പറ്റുന്ന അത്രയും ശ്രമിക്കുക. അതുപോലെ തന്നെ നഖ്ദ്, ബലാ, അറൂദ്, വെറുതെ ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ കൊടുത്തിട്ടുണ്ട്. നഖ്ദ് ഒരു കടലാണ്, ബലാ ഒരു കടലാണ്, അറൂദ് ഒരു കടലാണ്. കടലാണെങ്കിലും ആവശ്യം നമ്മുടേതാണ്, നീന്തിയേ പറ്റുള്ളൂ. അതുപോലെ അനാസിർ, അത് അനാസിറിൽ അതെന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. മആനി, ഉസ്ലൂബ്, ഖയാലാത്ത് ഉറപ്പായിട്ടും പഠിക്കണം. ബലായിൽ തന്നെ ഇൽമുൽ മആനി ഉണ്ട്, ബയാൻ ഉണ്ട്, ബദി ഉണ്ട്. മആനി വളരെ ഇമ്പോർട്ടന്റ് അല്ല, ബയാനും ബദിയും ഉറപ്പായിട്ടും. അതിൽ ബദി മാക്സിമം ഉറപ്പായിട്ടും ബദിയും ബയാനും പഠിച്ചിട്ടേ പോവാവൂ പരീക്ഷയ്ക്ക്. മആനിയിൽ ഒന്ന് ഓടിച്ചു നോക്കിയാലും മതി. പിന്നെ അറൂളിൽ നിന്നും ഉറപ്പായും ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രത്യേകിച്ച് ബഹർ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലാണ്ട് കുഞ്ഞു ക്വസ്റ്റ്യൻസ്, ഇപ്പൊ കവിത ആദ്യത്തെ പകുതിക്ക് എന്ത് പറയും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്നതുണ്ടോ, ഇത് നമ്മുടെ നഹ്വ് സർഫിൽ ഈ കഴിഞ്ഞ 2 എക്സാം, അതായത് 2024 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ, അത് ഒരു കുത്ത് ഒരു ക്വസ്റ്റ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വെച്ച് നോക്കി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇറാബ് വൽ ബിനാ, അസ്മാ, അഫ്ആൽ, ഹുറൂഫ്, അതിന്റെയൊക്കെ ഇറാബുകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ വേറെ കുറച്ച് നവാസികൾ അങ്ങനെ ചോദിച്ചിട്ടില്ല, ഷുബുൽ ജുംല അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇലാഫത്ത് സെന്റൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഇലാഫത്തിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, സിഫത്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആ ഇറാബ് എന്നുള്ള മേഖല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ സിലബസിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓരോ കുത്തുകളും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കണ്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് പറഞ്ഞു തരുവാണ്. കണ്ടോ, മിക്കവാറും മേഖലയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിലബസിനകത്തും തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
അതുപോലെ താരിഖിൽ അദബ്, അതൊരു വലിയ കടലാണ്, പസഫിക് ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല. കാരണം മനഃപൂർവ്വം നോക്കാത്തതാണ്. ഓരോ വർഷം കഴിയുന്തോറും എന്ത് ചെയ്യുക, താരിഖിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറവ് വരുന്നുണ്ട് എന്ന് കരുതി അടുത്ത തവണ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല എന്നല്ല, കുറവ് വരുന്നുണ്ട്. ഒരു സമയം 40ഉം 50ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ താരിഖിന്ന് ചോദിക്കുന്ന സമയം ഉണ്ടാകും. പക്ഷെ ഇപ്പൊ അത് മറ്റെല്ലാ മേഖലകൾക്കും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ താരിഖിനും കൊടുക്കുന്നുള്ളൂ. 15നും 20നൊക്കെ അത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ടത് കുറയുന്നുണ്ട് എന്ന് കരുതി പഠിക്കാതെ പോകാനും നമുക്ക് പറ്റില്ല. താരിഖ് നമുക്കറിയാലോ എന്തൊക്കെ ഉണ്ട്. ജാഹിലി മുതൽ എന്താണ് ഇസ്ലാമി, അമവി, അബ്ബാസി, അതിന്റെ ഇടയിലുള്ള പിന്നെ ഖുർആൻ, ഹദീസ്, കൃതികള് എല്ലാം എല്ലാം ഉലൂമ്, പിന്നെ അസറുൽ ഹദീസ്, അസറുൽ ഹദീസ് തന്നെ ഷിഅർ വേറെ, നസർ വേറെ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസിനുള്ള അവസരം കിടപ്പുണ്ട്. എന്ത് ചെയ്യുക, ഡിഗ്രി ടെക്സ്റ്റ് ബുക്കുകള്, PG ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. പിന്നുള്ളത് അദബുൽ അറബിയൽ ഹിന്ദി, അത് പ്രത്യേകം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ പേരുകൾ കൊടുത്തിട്ടുള്ളതുണ്ടോ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ അടുത്ത സ്ലൈഡ് കാണുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ആ റെഡ് ഡോട്ടുകൾ എല്ലാം ക്വസ്റ്റ്യൻ ആണ്. സിലബസിൽ നിന്ന് അല്ലേ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട്. ഗുലാം അലി ആസാദ്, അത് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാത്തതല്ല, മനഃപൂർവ്വം നോക്കാത്തതല്ല. 2024 ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് നോക്കുമ്പോഴാണ് കുറച്ചുകൂടെ സിലബസുമായിട്ട് സ്റ്റിക്ക് ചെയ്ത്. കാരണം സിലബസ് വന്നിട്ട് അധികം ആയില്ലല്ലോ, അപ്പൊ സിലബസിൽ സ്റ്റിക്ക് ചെയ്ത് കാണുന്നത് ഇപ്പൊ ഇനി വരുന്ന ക്വസ്റ്റ്യൻസും സിലബസ് അറ്റാച്ച്ഡ് തന്നെ ആയിരിക്കും. അവർ ഉറപ്പുള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയത്. ഓരോ കുത്തുകളും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളുടെ ജീവിതമാണ്. അപ്പൊ സിലബസിനകത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഉറപ്പായിട്ടും ഈ സാധനം പഠിക്കുക. പിന്നെ അടുത്തത് തദ്രീസുൽ അൽ അറബിയ, എല്ലാവർക്കും പേടിയുള്ള മേഖലയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, കാരണം നോട്ട്സ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, അറിയാം. അതുകൊണ്ട് പറയാണ്, സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അക്കാദമിയുടെ സഹായം തേടുക. റൈറ്റ്, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആണ്, മുമ്പിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഫ്രീ വില്ലാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്ത് ചെയ്യുക, തദ്രീസുൽ ക്ലാസ്സുകൾ കേട്ട് തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ DLED BEd കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ അക്കാദമിയുടെ സഹായത്തിൽ കുറച്ച് പൈസ പോയാലും അത് നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ ജോലിയാണ്, ജീവിതമാണ്, വെറുതെ കളയരുത്. തദ്രീസുൽ അറബിയെന്ന് ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. അപ്പൊ നോക്കുമ്പോ എത്ര മനസ്സിലായോ, കണ്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കണ്ടോ, ദിറാസത്തുൽ അറബിയ, അതുപോലെ ഇക്തിസാബുൽ അറബിയ, ഭാഷാർജനം, അതുപോലെ തിയറി, നളറിയാത്തുകൾ, സുലൂക്കിയ, ബിനായിയ, ജിത്തിമായ, കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, അതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. തുറക്ക് തദ്രീസ്, ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, പിന്നെ പ്രോജക്റ്റ് മെത്തേഡ്, അതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മഹാറാത്തുൽ എപ്പോഴും തഹാദിസിന്നും കിതാബത്തിന്നും ഖിറാഅത്തിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല ജവ്വ് തദ്രീസ്, കണ്ട താലിമ് തആവുനിന്നും തശാറുക്കിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. തഹ്ദീദ്, പ്ലാനിങ്, അതുപോലെ എന്താണ് സനവിയായിട്ടുള്ള പ്ലാൻ, എന്താണ് വാർഷിക പ്ലാനിങ്ങുകളുണ്ട്. ഓരോ യൂണിറ്റിനും പ്ലാൻ ഉണ്ട്, ഓരോ ക്ലാസ്സിനും പ്ലാൻ ഉണ്ട്, ഡെയിലി പ്ലാൻ ഉണ്ട്, ടീച്ചിങ് മാനുവൽ ഉറപ്പാനും ക്വസ്റ്റ്യൻ വരും. അതുപോലെ അദാത്തുകൾ, വസായിൽ തദ്രീസിയ, ടീച്ചിങ് ലേണിംഗ് എയ്ഡുകൾ, അതുപോലെ അധ്യാപകരുടെ ടെക്സ്റ്റ് ബുക്കുകൾ, കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ, അൻഷിദുൽ ദറാസിയ, പഠന പ്രവർത്തനങ്ങൾ, തക്വീം വിലയിരുത്തൽ, അതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, സിലബസിൽ നല്ലേ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സിലബസ് പഠിക്കുക, സിലബസ് പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തർജുമ തവാസുലാത്ത് എന്ന് പറഞ്ഞ മേഖലയുണ്ട്. ധാരാളമായിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കാണാറുണ്ട് ട്രാൻസ്ലേഷൻ മേഖലയിൽ നിന്ന്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തിട്ട് കൊടുത്തിരിക്കുന്ന കണ്ടോ, ഈ സാധനം നിങ്ങൾ പലരും ചിലപ്പം നിങ്ങൾ ഓൾറെഡി എക്സാമിനൊക്കെ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഈ സാധനം നിങ്ങൾ ചിലര് കേട്ടോ, എല്ലാരും അല്ല, ഈ സാധനം കണ്ടേ കാണത്തില്ല. തഹലീൽ കുത്തുബ് ദാരിസ് കുത്തുബുൽ മുദരിസ്, കണ്ടോ, അധ്യാപകരുടെയും കുട്ടികൾക്കും തന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ. ഇവിടെ സഫുൽ ഹാമിസില, സഫുൽ ആഷിർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആവശ്യമാണ് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാക്സിമം നോക്കാൻ ശ്രദ്ധിക്കുക. 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള 10 വരെയെങ്കിലും മിനിമം നോക്കുക. +2 വരെ നോക്കി നമുക്ക് എപ്പോഴും ഗുണേ ഉണ്ടാകത്തുള്ളൂ. ഇതിൽ 5 to 10 എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് നടക്കുമെന്നല്ല. ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ 2, 3, 4 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അതിനകത്തുള്ള ഒത്തിരി കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മാത്രമേ അതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മനസ്സിലാവുള്ളൂ. കടൽ പോലെ ഇരിക്കുന്ന എന്തെങ്കിലും വായിച്ചിട്ട് കാര്യമില്ല. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലയിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുമ്പോൾ അതിന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കണം.
അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പൊ ബ്രൈറ്റില് ഞാൻ ചെയ്യുന്നോണ്ട് ഞാൻ പറയാണ്, ആണ് കഴിഞ്ഞ തവണയൊക്കെ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസിന്റെ ക്ലാസ് എടുത്തത്. അതുകൊണ്ട് എനിക്കറിയാം ഒത്തിരി സമയം എടുക്കും. പക്ഷെ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗത്തു നിന്നാണ് ഞാൻ നോട്ട് ഉണ്ടായി കൊടുക്കുന്നത്. കഴിഞ്ഞ തവണത്തെ എക്സാമിന് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഒരു ദിവസം ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നോക്കാൻ ശ്രമിക്കുക, നോട്ട് ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് അത് ഓരോ മാസവും റിവൈസ് ചെയ്യുക. ഓക്കെ. ഇനി ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് സിലബസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതില് PSC നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ കുറ്റം പറയാൻ പറ്റുന്ന സാധനമാണ് അവർ ചുവന്ന കളറിൽ എഴുതി വെച്ചേക്കുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽസ് അബോവ്, questions from other topics prescribed for the educational qualification of the post may also appear in the question paper. ഇതിൽ ഇങ്ങനെയൊക്കെ ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ചോദ്യം ചോദിക്കാനുള്ള എല്ലാ അവസരവും എല്ലാ അവകാശവും ഞങ്ങൾക്കുണ്ട്. There is no undertaking that all the topics above may be covered in the question paper. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുകളിൽ തന്നിട്ടുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് പ്രത്യേകം അവരിവിടെ ജാമ്യം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിലബസിൽ മാക്സിമം പഠിക്കാം. ഇവിടെ നമുക്ക് കുറ്റം പറയാനുള്ള ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരും, ഇല്ല എന്നല്ല വരും. അപ്പൊ വരുന്ന സമയത്ത് നമുക്ക് അവരെ കുറ്റം പറയാം. എല്ലാരും പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് തർജ്ജമ. തർജ്ജമയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഒരു ഓർഡർ ഒന്ന് നോക്ക്. 114/2021 2 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. 115 4 ക്വസ്റ്റ്യനായി, 54 8 ക്വസ്റ്റ്യനായി. 40 ഈ 2024 നടന്ന 2 പരീക്ഷയിലും 11 13 വീതം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ട്രാൻസ്ലേഷനിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ ആ ട്രാൻസ്ലേഷൻ എഴുതിയത് ആര് എന്നല്ല ചോദിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള സെന്റൻസ് തന്നിട്ട് ഇംഗ്ലീഷിലാക്കാനോ, ഇംഗ്ലീഷിൽ സെന്റൻസ് തന്നിട്ട് അറബിയിലാക്കാനോ, വലിയൊരു സെന്റൻസ് തന്നിട്ട് താഴെ പറയുന്ന ഒരു ട്രാൻസ്ലേഷനിൽ കറക്റ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് അങ്ങനെ ടൈപ്പ് ഓഫ് കുറച്ചധികം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വിച്ച് മീൻസ് വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, അറബിക് ടീച്ചേഴ്സ് എന്ന് വെച്ചാല് സ്കൂളിലെ പറ്റിയ എല്ലാ പണികളും ചെയ്യാനുള്ള ഒരാള് എന്നൊരർത്ഥത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി മാറണം. അതിന് ആദ്യം ആര് മാറണം? നമ്മൾ മാറണം. അപ്പൊ നമ്മള് മറ്റെല്ലാ അധ്യാപകരെയും പോലെ പ്രൊഫഷണൽസ് ആണ് എന്നൊരു തോന്നലുണ്ടാകണം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവര് നമുക്കത് തോന്നാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ അതിന് പ്രിപ്പയർ ആവുക. ബി എ പ്രൊഫഷണൽ ടീച്ചർ എന്ന് വിചാരിക്കുക. അപ്പൊ ട്രാൻസ്ലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ്, പഠിക്കാതെ പോകരുത്. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ഞാൻ പറഞ്ഞല്ലോ, പുതിയ ടോപ്പിക്കാണ്. 0 ക്വസ്റ്റ്യൻ 5, 6, 8 അത് കൂടി വരുന്നുണ്ടോ. ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള അറബിക് ടെക്സ്റ്റ് ബുക്കുകൾ പ്ലസ് ഹാൻഡ് ബുക്കുകൾ. ഹാൻഡ് ബുക്കിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് ഹാൻഡ് ബുക്കിലെ ഒരു യൂണിറ്റിലെ എന്താണ് നമ്മുടെ അതിനൊരു, നിങ്ങൾ DLED പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, B.Ed പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഹാൻഡ് ബുക്കിന് ഓരോ യൂണിറ്റുകൾ വെച്ചിട്ട് യൂണിറ്റിന് ഒരു പ്രധാനപ്പെട്ട ഒരു തീം ഉണ്ടാവും. ഒരു യൂണിറ്റ് മൊത്തത്തിലൊരു തീം ആയിരിക്കും. അതിനകത്താണ് പിന്നെ എന്താണ് പാഠങ്ങൾ ഉണ്ടാവുക. ആ തീമിന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലായി കാണുമല്ലോ, അത്രയും ഡീറ്റെയിൽഡ് ആണ്. ഇത് വെറുതെ ക്വസ്റ്റ്യൻ ഇടുന്നതല്ല. ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ബുക്കും ഒക്കെ അവർ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. വളരെ ആഴത്തിൽ നന്നായിട്ട് പണിയെടുക്കുന്ന അധ്യാപകർ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. എന്നിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ആൻഡ് ലോട്ട് ഓഫ് എഫേർട്സ്. അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വൈ യു നീഡ് എ മെന്ററിങ്. എന്തുകൊണ്ട് ഒരു മെന്ററിനെ ആവശ്യമുണ്ട്. ക്ലാസ് എടുക്കുന്ന അധ്യാപകർ എന്നല്ല ഞാൻ പറഞ്ഞത്, മെന്റർ എന്ന് തന്നെയാണ്. നിങ്ങളൊന്ന് ശരിയായ റൂട്ടിലോട്ട് പറഞ്ഞു വിടുന്ന ആൾക്കാരെ വേണം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബി അധ്യാപകർക്ക് മാത്രമായിട്ട് ഒരു പ്രിവിലേജും ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മറ്റെല്ലാ മേഖലയിലും PSC നേടാൻ അവിടുത്തെ ഉദ്യോഗാർത്ഥികൾ എത്ര മണിക്കൂറാണോ പഠിക്കുന്നത്, എത്ര എഫേർട്ടാണോ എടുക്കുന്നത്, അതേ എഫേർട്ട് തന്നെ നിങ്ങൾ എടുക്കുക. ടു കംപ്ലീറ്റ് ദ സിലബസ് കംപ്ലീറ്റ് ആക്കുക. ടെക്സ്റ്റ് ബുക്കുകളും ഹാൻഡ് ബുക്കുകളും അനലൈസ് ചെയ്യുക ക്ലിയർ ആയിട്ട്. ബേസിക് ക്വാളിഫിക്കേഷൻ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് അഫ്ലുൽ ഉലമ ടെക്സ്റ്റ് ബുക്ക്, ഡിഗ്രി ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ PG ടെക്സ്റ്റ് ബുക്ക്,
ഇത് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണല്ലോ, അതൊന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ച മറന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് എടുക്കുക. അതിന് ക്വസ്റ്റ്യൻസിന്റെ 4 ഓപ്ഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചു പോവാം. നിങ്ങൾക്ക് അതിന് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു അക്കാദമി ചേർന്നാൽ അക്കാദമിയിൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസ് അവർ ചർച്ച ചെയ്തിട്ടേ വിടത്തുള്ളൂ. അത് ഏത് അക്കാദമിയിലായാലും അങ്ങനെയാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്തായാലും ചെയ്യുക. അതിന് മെന്ററിങ് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഹോട്ട് ടോപ്പിക്സ്, ഞാൻ പ്രത്യേകം പറഞ്ഞില്ല, ആ ഹോട്ട് ടോപ്പിക്സുകൾ ഉറപ്പായിട്ടും കവർ ചെയ്യുക. വിത്ത് ഈ സിലബസ് കവർ ചെയ്തതിനു ശേഷം എക്സ്ട്രാ പോർഷൻസ് ഒക്കെ നോക്കുക. കാരണം എക്സ്ട്രാ പോർഷൻസ് ഉണ്ട്, സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന എന്നാൽ സിലബസിൽ ഇല്ലാത്ത പോർഷൻസ് ഉണ്ട്, അത് നമ്മൾ നോക്കണം. പീരിയോഡിക്കലായിട്ട് റിവൈസ് ചെയ്യുക. നമ്മളിപ്പോ പറഞ്ഞ സ്റ്റഡി മോഡിൽ നിന്ന് കൺഫർമേഷൻ കഴിഞ്ഞാൽ ഉടനെ എന്തുണ്ടാവും, റിവിഷൻ മോഡ് തുടങ്ങണം. റിവിഷൻ മോഡ് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലായിരിക്കണം നിങ്ങൾ ആ സമയത്ത് എത്തേണ്ടത്. ഇന്റൻസ് ആയിട്ട് പഠിക്കാൻ പറ്റണം. പീരിയോഡിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, as you like. To practice writing exams, especially sentence type questions, നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. 1 മണിക്കൂറാണ്, 1.5 മണിക്കൂറൊക്കെ സമയം കിട്ടുന്ന ഒരു എക്സാമില് സെന്റൻസ് ടൈപ്പ് ആണ്. കഴിഞ്ഞ എക്സാം ഒക്കെ എന്താണ് വളരെ ഒത്തിരി പേര് സമയം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം സമയം കിട്ടാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നിങ്ങൾ പഴയ ഒരു 4-5 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലെ പെട്ടെന്ന് എക്സാം എഴുതി ആൻസർ എഴുതി പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിന് നല്ല എഫേർട്ട് വേണം. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ സാറ് പറഞ്ഞില്ലേ, എന്താ നമ്മൾ അനലൈസ പോലുള്ള എക്സാമുകൾ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോയാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, അറബിക്കിലെയും ജനറൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ് ഏതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഫ്രീഡം മൂവ്മെന്റ്സ്, അതൊക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ്. അതിൽ അറബിക്കിലെ പ്രധാനപ്പെട്ട നമ്മൾ ക്വസ്റ്റ്യൻ വീണ്ടും 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 വന്ന് കാണുന്ന മേഖല റാബിന്ന്, അതുപോലെ സൊഹീഹ്, മുഅ്തലാദ്, അഫ്ആൽ ഹംസ, അസ്മാൽ ഹംസ, അദദ്, മഅദദ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. അതിൽ അനാസിറുൽ അദബ്, അത് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇൽമുൽ ബയാൻ, ഇൽമുൽ മദി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറൂല്, അതിൽ തന്നെ അതിന്റെ ബേസിക്സ്, ആര് കണ്ടെത്തി പ്രധാനപ്പെട്ട ബഹറുകള്, അതിൽ ബഹർ കണ്ടെത്താൻ, അതിനൊക്കെ ക്വസ്റ്റ്യൻ വരും. അതിൽ അറൂദിലെ ചില മുസ്തലഹാത്തുകളില്ലേ, നമ്മളെ എന്താണ് സദർ, അജിസ്, അറൂബ്, വെറബ്, ഹെഷുബ് എന്നൊക്കെ പറഞ്ഞ കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മഹാറാത്തുൽ ഭാഷാശേഷികള്, അതുപോലെ തുറുക്ക് തദ്രീസിന്, പ്ലാൻ ഹുത്തത്തുകള്, അൻഷിദ് ദിറാസ, പഠന പ്രവർത്തനം, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. നിങ്ങൾ ബി എഡ് ഒന്നും കഴിയാത്തവരാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നും. ഞാൻ പറഞ്ഞത് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് കിട്ടും, പതിയെ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാദമിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അൻഷിദ് ദിറാസിയ എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്. ഒത്തിരി ക്വസ്റ്റ്യൻ വരും. അതുപോലെ തക്വീം, അതിൽ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് സി, അതൊരു ടി, ഇവാലുവേഷൻ, അതിനൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണേ. അതുപോലെ ഉലാമലി ആസാദ്, അബു ഹസൻ അലി നദവി, അബ്ദുൽ ഹൈൽ ഹസനി, കാളി ഉമർ, മുഹീദ്ദീൻ അൽവായി, ഇവരെ തൊടാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കടന്നു പോയിട്ടില്ല, ഇനി പോവാനും സാധ്യതയില്ല. അതുപോലെ പ്രധാനപ്പെട്ട കൃതികളാണ് ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ, നുസ്ഹത്തുൽ ഹവാത്തിർ, സബ്ഹത്തുൽ മർജൻ, അതിന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ മദാരിസുൽ അദബിയ, പ്രത്യേകിച്ച് മഹിജറിലെ കുറെ ഇതുണ്ടല്ലോ, അബ്ദുൽ കലമിയ, അങ്ങനെ കുറെ ഉണ്ടല്ലോ, ഉസ്ബത്തുൽ അൻദലുസിയാദ്, അതിനൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതിനു ശേഷം ഹസായിസ് ഷിർ, ജാഹിലിയ കവിതയുടെ പ്രത്യേകതകൾ വെച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് എന്താണ് ലാംഗ്വേജ് കാപ്പബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ആൻസറുകൾ ചെയ്യാൻ പറ്റും. അത് നഹജുൽ ബല ആ പുസ്തകമില്ലേ, അതിന് ഏതെങ്കിലും കോട്ട് ചെയ്ത് തരുകയോ അല്ലെങ്കിൽ അത് എഴുതി തരാമെന്നോ അല്ലെ ആരുടെ പ്രസംഗങ്ങളാണെന്നോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഉലമാഫിൽ അസൽ അബ്ബാസി പീരീഡിലെ കുറെ പണ്ഡിതന്മാരില്ലേ, അത് കുറെ ആൾക്കാരുമായിട്ട് പ്രധാനപ്പെട്ട കൃതിയും, പ്രത്യേകിച്ച് നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും, ഷെയറൊക്കെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ പുതിയ സയൻസ് മേഖലയിലെ കുറെ സംഭവങ്ങൾ വരുന്നു. ആ സ്ഥലത്തൊക്കെ ഉള്ള കുറെ ഫിലോസഫേഴ്സ്, അവരുടെയൊക്കെ പേര്, അവരുടെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം മഴലക്കാത്തുകള്, മക്കാമാത്തുകള്, തൗക്കിയാത്തുകള്, നക്കായിലുകള്, ഷിറുൽ ഖുർ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതെല്ലാം ഹോട്ട് ടോപ്പിക്സുകളാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഒത്തിരി സമയം എടുത്തെന്ന് എനിക്കറിയാം. എന്നാലും പീസിന്റെ മൊത്തം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാലേ പിന്നെ നമുക്ക് ഇതൊന്നും അറിയാതെ ഏതെങ്കിലും ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡ് എടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ കണ്ടിന്യൂഷനോ ഉണ്ടാവത്തില്ല, ഒരു എൻഡിങ്ങോ ഉണ്ടാവത്തില്ല, എക്സാം സന്തോഷമായിട്ട് എഴുതാനും പറ്റത്തില്ല. അപ്പം തുടക്കം കിട്ടിയാലേ പിന്നെ ബാക്കി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ തുടക്കം തരലാണ് ഞങ്ങളുടെ ജോലി. ആ ജോലിയാണ് ഞാനിപ്പം
എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാനിപ്പോ എടുത്തത്. ബാക്കി ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രീ ഗ്രൂപ്പുകളിൽ. അപ്പൊ അതില് ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം. അതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അറിയിപ്പുകൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കുക, പറ്റുന്നത്ര പഠിക്കുക, എന്നിട്ട് കുറച്ചധികം പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ. ടീച്ചറെ കഴിഞ്ഞായിരുന്നു അവസ്ഥ? ഓക്കെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ടീച്ചർ നമ്മുടെ എങ്ങനെ LP UP എക്സാം ഇപ്പൊ വിളിച്ചിട്ടുള്ള LP UP എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നതിനെ പറ്റി വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ടീച്ചർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നമുക്ക് സിലബസിൽ തന്നെ ചില ഭാഗങ്ങളെ നമുക്ക് കോർ ഏരിയ എന്നും ജസ്റ്റ് ജനറൽ ഏരിയ എന്നൊക്കെ വിളിക്കാൻ പറ്റും നിങ്ങളോട് പറഞ്ഞു. ഇൻഷാല്ലാ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ടീച്ചർ വളരെ ഇത്ര സമയത്ത് നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പോൾ നന്ന രൂപത്തിൽ PSCയുടെ സിലബസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് പഠിക്കുക. അപ്പോൾ ഞങ്ങളുടെ ജോലി നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെ മാക്സിമം വഴക്ക് പറഞ്ഞും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കാത്തടത്തോളം നിങ്ങൾ ലിസ്റ്റിൽ വരൂല. അത് ഞാൻ നിങ്ങളോട് എടുത്ത് പറയാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഷിബിലയോടും അതുപോലെ ഹുസ്ന ടീച്ചറിനോടൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, നിങ്ങൾ പഠിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ബ്രൈറ്റ് അക്കാഡമിയുടെ കീഴിൽ നിലവിൽ PSCയുടെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായി തന്നെ അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി എക്സാമുകൾ ഉണ്ട്, അതോടൊപ്പം തന്നെ അവര് തന്നെ നടത്തുന്ന എക്സാമുകൾ ഉണ്ട്, അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് എക്സാമുകൾ ഉണ്ട്, അതോടൊപ്പം തന്നെ വീക്കിലി എക്സാമുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ മന്ത്ലി എക്സാം വരുന്ന 3-ാം ചൊവ്വാഴ്ച നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അതുപോലെ തന്നെ സുമയ്യ ടീച്ചറിനെ പോലെ നിലവിൽ ലിസ്റ്റിലുള്ള അധ്യാപകരാണ് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ വളരെ ഗംഭീരമായി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി കൂടി ഒരു 2 മിനിറ്റ് നേരം ഞാൻ അനുവദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസിൽ വരാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ സിലബസ് പറഞ്ഞോളൂ ടീച്ചർ, പറഞ്ഞോളൂ. നിലവിൽ നമ്മളിപ്പോ 1-2 എക്സാമിന് ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ഹൈസ്കൂള് പാർട്ട് ടൈം വന്നതും പിന്നെ അല്ലാതെ ഒരു ഹൈസ്കൂള് ഫുൾ ടൈം വിളിച്ചതും. അപ്പോ അതിന്റെ ഇപ്പോ ജനറലിന്റെ കാര്യം പറഞ്ഞില്ലേ, കറന്റ് അഫയേഴ്സ് പഠിക്കുന്നത് ആ ഒരു ഡേറ്റിന്റെ ബാക്കിലേക്കാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ കൺഫർമേഷൻ ഒക്കെ ഡേറ്റ് വരൂലേ അവിടം വരെയുള്ള ജനറലാണ് നമ്മൾ നോക്കേണ്ടത്? അങ്ങനെയല്ല, എക്സാമിന്റെ തലേ ദിവസം വരെ ഉള്ളത് നോക്കണം. കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോ പറയാൻ പറ്റില്ല. അങ്ങനെ മേടിച്ചത് അങ്ങനെയല്ലേ? കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എക്സാമിന് PSC വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഏരിയ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇട്ടതിന് ശേഷമായി, അത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പൊതുവെ PSC എന്ത് ചെയ്യുക, കൺഫർമേഷന്റെ ഡേറ്റ് വിളിക്കുന്നത്. കാരണം ഓൾറെഡി PSCക്ക് ചാർട്ടുകളുണ്ട്. ഓരോ മാസവും എന്തൊക്കെയാണ് നടക്കുന്നത്, എക്സാമുകൾ ഏതൊക്കെയാണ്, ഇന്റർവ്യൂസ് ഏതൊക്കെയാണെന്ന് അവർ നേരത്തെ അതായത് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെയുള്ള ചാർട്ട് ഇപ്പോഴേ അവർ ഇറക്കിയിട്ടുണ്ട്. ആ സമയത്ത് എന്തൊക്കെ നടക്കണമെന്ന് ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എക്സാമിന് കൺഫർമേഷൻ വിളിച്ചതിന്റെ അർത്ഥം ഓൾറെഡി 1-2 മാസം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പറയാം ആ എക്സാമിന് ഡേറ്റ് വിളിച്ച എക്സാം ഉണ്ട്, ആ ഡേറ്റിന് തലേ ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ സംഭവങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. എക്സാം കഴിപ്പ് ഓൾറെഡി നമുക്കൊരു എക്സാം വിളിച്ചിട്ടുണ്ടല്ലോ 075/2024. അന്ന് അതുവരെയുള്ളത് എന്തായാലും കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയിലുള്ള സമയം ഈ കൺഫർമേഷന്റെ സമയം ഉണ്ടല്ലോ,
ഈ PSC എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ സിസ്റ്റമാറ്റിക് നടക്കണമെന്നില്ല. പിന്നെ അധ്യാപകരാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇടൽ വൈകാം. അപ്പൊ അവര് ചിലപ്പോൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണുന്നത് ഇപ്പം വാർത്ത വന്ന അവരെ ഓർമ്മയിൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നായിരിക്കും അവരങ്ങനെ ക്വസ്റ്റ്യൻ ഇടാനൊക്കെ സാധ്യതയുണ്ട്. അത് നമുക്ക് സേഫ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം കൺഫർമേഷന്റെ ഡേറ്റ് ഉണ്ടല്ലോ, ഇനി വരുന്ന കൺഫർമേഷന്റെ ഡേറ്റ്, അതിന് മുമ്പുള്ളത് എന്തായാലും പഠിച്ചേക്കാം. അതിനുശേഷം കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പഠിക്കാൻ നിൽക്കണ്ട. എന്തായാലും എക്സാമിന് കൺഫർമേഷന് മുമ്പ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പറയാ ആപ്ലിക്കേഷന് മുമ്പ്, അതായത് നമ്മളിപ്പം ഒരു 1-2 മാസത്തിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്തല്ലോ, അതിന് മുമ്പ് ഓൾറെഡി ക്വസ്റ്റ്യൻ സെറ്റ് ആയിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം കൺഫർമേഷൻ വരെ അത് ആ ഒരു മാസത്തെ 2 മാസത്തെ ഡീറ്റെയിൽസ് കൂടെ പഠിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടോ? നിലവിൽ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നോ പ്രോബ്ലം. ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് കൊണ്ട് കൺസേൺഡ് അധ്യാപകരുമായിട്ട് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഓരോ നിങ്ങളുടെ ഡൗട്ട്സിനും ഞാൻ ഇൻഷാ അല്ലാഹ് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. 1.5 മണിക്കൂർ നേരം നമ്മളുടെ മുമ്പിൽ വളരെ ഗംഭീരമായി തന്നെ, അങ്ങനെ തന്നെ പറയണമെന്ന് വിചാരിക്കുന്നു, വളരെ ഗംഭീരമായി കൊണ്ട് ടീച്ചർ നമ്മളോട് സംസാരിച്ചു. ടീച്ചറിനെ ബ്രൈറ്റ് അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മീറ്റിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികളെയും ബ്രൈറ്റ് അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയ ശതമാനത്തോടു കൂടി പാസ്സായി അടുത്ത ലിസ്റ്റിൽ വരുമ്പോഴത്തേക്കും, അടുത്തൊരു ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഉണ്ടാവണം. ഇത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ അവിടെ ഉണ്ടാവണം. അതിന് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തു തരും. ഓക്കെ, അപ്പോ നിങ്ങൾ അക്കാദമിയിലെ ഭാഗമായിട്ടുള്ള കുട്ടികളോട് ഒന്നും കൂടി കടന്നു പറയും, നിങ്ങളെ ഞാൻ കൊന്നിട്ട് എന്നാലും ലിസ്റ്റിൽ കയറ്റിയിരിക്കും. അത്രേ, കൂടുതലൊന്നും പറയുന്നില്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.